ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ സ്വർണം. അധ്യായം 1. കർണാടക. കോളർ. സമയം വെളുപ്പിന് 4:30. വനജ സുലൈമാനി നിറച്ച ഗ്ലാസ് ഭർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു, നിങ്ങളിനി വേഗം ചെല്ല്. അവൾ വന്നിട്ട് കാണാതെ വിഷമിക്കണ്ടല്ലോ. പോകാം. സുലൈമാനി ഊതി കുടിക്കുന്നതിനിടയിൽ നാഗരാജൻ തുറന്നു കിടന്ന വാതിലിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്തിനും റോഡിനുമിടയിൽ നിൽക്കുന്ന കൂറ്റൻ മാവിന് ചൂട്ടിൽ കിടക്കുന്ന ഓട്ടോയിലിരുന്ന് മയങ്ങുകയാണ് സുന്ദരൻ. ഓട്ടോയുടെ പേരും അതുതന്നെയാണ്. അവന് കൊടുത്തില്ലേടി? അയാൾ ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞു. എങ്ങനെ കൊടുക്കാനാ? ചൂട് ചെന്നാലുടനെ അവന് കക്കൂസിൽ പോണം. പിന്നെ 1 മണിക്കൂർ കഴിയാതെ ഇറങ്ങത്തുമില്ല. ട്രെയിൻ വരുമ്പം നിങ്ങളിവിടെ ഇല്ലെങ്കിൽ പെണ്ണ് അവിടെ കിടന്ന് നിലവിളിക്കും. നാഗരാജൻ അമർത്തിമൂളി. എന്നാലും അവളിങ്ങനെ ചാടിപ്പോരേണ്ട വല്ല കാര്യവുമുണ്ടായിരുന്നോ? വനജയുടെ കണ്ണുകൾ ഒന്നിടുങ്ങി. പിന്നെ അവൾ എന്ത് ചെയ്യണമായിരുന്നു? നാഗരാജൻ അതിന് മറുപടി പറഞ്ഞില്ല. വേഗം ഗ്ലാസ് കാലിയാക്കി എഴുന്നേറ്റു. കോളാർ സ്വർണ്ണഖനിയിലെ ജോലിക്കാരനാണ് നാഗരാജൻ. 30 വർഷമായി ഇവിടെ തന്നെ. ഞാൻ പോയിട്ട് വരാം. ഗ്ലാസ് മടക്കിക്കൊടുത്ത് അയാൾ എഴുന്നേറ്റു. പഴയ പാൻസും ഷർട്ടും, കഴുത്തിൽ ഒരു ഷാളുമാണ് വേഷം. വാതിൽ കിടന്നതും പെട്ടെന്ന് ഓർമ്മിച്ചതുപോലെ നിർദ്ദേശിച്ചു, നീ വാതിലടച്ചേര്. ഞാനല്ലാതെ ആര് വന്ന് വിളിച്ചാലും തുറക്കണ്ട, മനസ്സിലായല്ലോ? വനജയുടെ മുഖമൊന്നു വിളറി. എങ്കിലും തലകുലുക്കി. ഒപ്പം ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. സുന്ദര, പോകാം. ഓട്ടോയിലേക്ക് കയറുന്നതിനിടയിൽ നാഗരാജൻ പറഞ്ഞു. സുന്ദരൻ ഞെട്ടിയുണർന്നു. തുടർന്ന് ചമ്മിയ ഭാവത്തിൽ ചിരിച്ചു. നാഗരാജന്റെ ഒരകന്ന ബന്ധുവാണ് സുന്ദരൻ. വനജ വാതിലടച്ചു. 2 മുറികൾ മാത്രമുള്ള ചതുര വീട്. ലയങ്ങൾ പോലെ തൊട്ടുചേർന്ന് വീടുകളാണ്. എല്ലാം ഖനി തൊഴിലാളികളുടേത്. തറയിൽ പായ വിരിച്ചുറങ്ങുന്ന അപൂർവയിലേക്കും ആശയിലേക്കും വനജയുടെ ദൃഷ്ടികൾ നീണ്ടുചെന്നു. ഉറങ്ങുമ്പോൾ പോലും അവരുടെ മുഖത്തൊരു ഭീതി തങ്ങി നിൽക്കുന്നതുപോലെ. നേരം പുലരുമ്പോൾ അതേക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ വനജയുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. പുറത്ത് ഓട്ടോ സ്റ്റാർട്ടായി. ഇടയ്ക്കിടെ വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡിലൂടെ 5 ലൈറ്റ്സ് ജംഗ്ഷൻ കടന്ന് അത് നേരെ ബംഗാൾപേട്ട് റോഡിലൂടെ പോയി. സമയം രാവിലെ 4:45. ബംഗാർപേട്ട് റെയിൽവേ സ്റ്റേഷൻ. പുറത്ത് ഓട്ടോ നിൽക്കുമ്പോൾ നാഗരാജൻ അനൗൺസ്മെന്റ് കേട്ടു. യാത്രിയോ കൃപയ ധ്യാൻ ദേ. നാഗരാജൻ വില കുറഞ്ഞ സെൽഫോൺ ഹാൻഡ്സെറ്റ് എടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചു. അപ്പുറത്ത് ബെൽ മുഴങ്ങി. കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു. അങ്കിൾ, ട്രെയിൻ കുപ്പം കഴിഞ്ഞു. വിശ്വജാലയുടെ ശബ്ദം. അവൾ കേരളത്തിൽ ചിറ്റാറിൽ നിന്നാണ് വരുന്നത്. നാഗരാജന്റെ സഹോദരിയുടെ മകളാണ്. ഇത് വീട്ടിൽ മറ്റാരും അറിയാതെയുള്ള വരവാണ്. നാഗരാജന് അതൊട്ടും ഇഷ്ടമായിട്ടില്ല. സുന്ദരനോട് കാത്തുകിടക്കാൻ പറഞ്ഞിട്ട് അയാൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറി. നല്ല തിരക്കാണവിടെ. രാവിലെ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് പോകുന്നവർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ. കന്നഡയും മലയാളവും തെലുങ്കും തമിഴും ഹിന്ദിയുമൊക്കെ അവിടെ കേട്ടു. ട്രെയിൻ വരുന്നതിൻ്റെ അടുത്ത അനൗൺസ്മെന്റ് മുഴങ്ങി. അകലെ സൂര്യൻ പാഞ്ഞു വരുന്നത് പോലെ ട്രെയിനിൻ്റെ ഇരട്ടക്കണ്ണ് കാണായി. ക്രമേണ അതിൻ്റെ വേഗത കുറഞ്ഞു. ഉരുക്കുപാളങ്ങളിൽ ഒരു ഞെരിഞ്ഞമരൽ ശബ്ദം. ട്രെയിൻ നിന്നു. ഇറങ്ങുന്നവരുടെയും കയറുന്നവരുടെയും തിരക്ക്. നാഗരാജൻ പുറത്തേക്കുള്ള വാതിൽക്കലേക്ക് നീങ്ങി നിന്നു. വിശ്വജാലയെ കണ്ടുപിടിക്കാൻ അതാണ് നല്ലത്. 4-5 വർഷം മുൻപ് നാട്ടിൽ പോയപ്പോഴാണ് അവളെ അവസാനം കണ്ടത്. ഫ്ലൈ ഓവർ വഴി ആളുകൾ എത്തിത്തുടങ്ങി. ഓരോ സ്ത്രീയെയും അയാൾ സൂക്ഷിച്ചു നോക്കി. ട്രെയിൻ അകന്നുപോയി. തിരക്കൊഴിഞ്ഞു. പക്ഷേ വിശ്വജാലയെ മാത്രം കണ്ടില്ല. ഇനി താൻ കാണാതെ, തന്നെ തിരിച്ചറിയാതെ അവൾ പുറത്തുപോയോ? നാഗരാജന് സംശയമായി. അയാൾ ഒരിക്കൽ കൂടി അവളുടെ ഫോണിലേക്ക് കോൾ അയച്ചു. നിങ്ങൾ ഇപ്പോൾ വിളിച്ച നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ദയവ് ചെയ്ത് പിന്നീട് ശ്രമിക്കുക. നാഗരാജൻ ഒന്ന് ഞെട്ടി. വീണ്ടും ശ്രമിച്ചു. അപ്പോഴും പഴയ പല്ലവി തന്നെ. കുപ്പത്ത് വന്നപ്പോഴും അവളെ ഫോണിൽ കിട്ടിയതാണ്. അതിനുശേഷം ട്രെയിൻ നിർത്തിയത് ഇവിടെ. വിശ്വജാല എവിടെ പോയി? നാഗരാജൻ പതറി നിന്നു. നേരം പുലരുകയാണ്. ബംഗാർപേട്ട് റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ നാഗരാജൻ അരിച്ചു പെറുക്കി. പക്ഷെ അവളെ കണ്ടില്ല. ഫോണിൽ പിന്നെയും ശ്രമിച്ചപ്പോഴും സ്വിച്ച് ഓഫ്. അവ്യക്തമായ ഒരു ഭീതി അയാളെ മൂടി. കോളാർ. സമയം 6:30. ഓട്ടോ വന്ന ചതുര വീടിന് മുന്നിൽ നിന്നു. അകത്തുനിന്ന് അപൂർവയും ആശയും ഓടിയെത്തി. വിശ്വച്ചി. വിളിച്ചുകൊണ്ട് അവർ ഓട്ടോയിലേക്ക് നോക്കി. വിശ്വജാലയില്ല. ചേച്ചി എന്തിയച്ചാ? അവർ നാഗരാജനെ തുറച്ചു നോക്കി. കണ്ടില്ല. അയാളുടെ ശബ്ദം പതറി. പിന്നെ അവൾ എവിടെ പോയി? പുറത്തേക്ക് വന്ന വനജയാണ് തിരക്കിയത്. നാഗരാജന് ഉത്തരമില്ല.
അയാളുടെ കണ്ണുകൾ റോഡരികിലെ വാട്ടർ പൈപ്പിന് ചുവട്ടിൽ നിൽക്കുന്ന ആളുകളിലൂടെ പതുക്കെ തെന്നിപ്പോയി. അവരൊക്കെ മൈനിങ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. KGF-ൽ കോളാർ, ഗോൾഡ്ഫീൽഡ് 80% തമിഴരും 10% മലയാളികളും ബാക്കി കർണാടകക്കാരും ആന്ധ്രാക്കാരുമാണുള്ളത്. 100 വർഷങ്ങൾക്ക് മുൻപ് സ്വർണ്ണഖനിയുടെ പ്രവർത്തനം വിപുലീകരിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ കടുത്ത ജോലികൾ ചെയ്യാനാണ് മദ്രാസിൽ നിന്നും മംഗലാപുരത്തു നിന്നും കേരളത്തിൽ നിന്നും ആളുകളെ ഇറക്കിയത്. അക്കാലത്ത് കോളാർ സ്വർണ്ണഖനി ഒരു കാട്ടുപ്രദേശമായിരുന്നു. ഇന്ന് അവിടെയുള്ളവരിൽ ഏറിയ പങ്കും അവിടെയെത്തി വേരുറപ്പിച്ചവരാണ്, കർണാടകക്കാർ ഉൾപ്പെടെ. അതിനാൽ എല്ലാവർക്കും മലയാളവും തമിഴും തെലുങ്കും കന്നഡയും അറിയാം. നീ ഇന്ന് വരുന്നില്ലേ നാഗരാജ? ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ, മറക്കണ്ട. അടുത്ത വീട്ടിലെ ലങ്കേഷ് വന്ന് തിരക്കി. പിന്നെ ഇതാ വരുന്നു. നാഗരാജൻ അകത്തേക്ക് നടന്നു. പുറകെ ഭാര്യയും മക്കളും. നിങ്ങൾ പോയാലെങ്ങനാ? വിശ്വമോളെ കാണാതെ? വനജയ്ക്ക് ഉൾക്കണ്ട. പോകാതെ എന്ത് ചെയ്യാനാ ഞാൻ? നാഗരാജന് ദേഷ്യം വന്നു. ഇന്നും നാളെയും കൂടിയല്ലേ ഉള്ളൂ പണി. സ്വർണ്ണഖനി പൂട്ടാൻ പോവുകയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വർഷം 17,000 കിലോയോളമാണ് സ്വർണം ഇവിടെ നിന്ന് ലഭിച്ചിരുന്നത്. ഇപ്പോൾ 5 കമ്പനികൾ. ആകെ കിട്ടുന്നത് 7-8 കിലോയോളം മാത്രം. കമ്പനി അടച്ചുപൂട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. 35,000-ഓളം തൊഴിലാളികൾക്കാണ് ജോലി നഷ്ടമാവുക. നാഗരാജൻ ഖനിയിലേക്ക് പോകാനൊരുങ്ങി. ചാമ്പ്യൻ റീഫിലാണ് അയാൾക്ക് പണി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വനജ അയാൾക്കുള്ള ഉച്ചഭക്ഷണം പാത്രത്തിലാക്കി. ആ നിമിഷമാണ് മുറ്റത്ത് ഓട്ടോ വന്നു നിന്നത്. ആശ എത്തിനോക്കി. നിലാവ് പോലെ ഒരു യുവതി. ചുരിദാറാണ് വേഷം. ഷോൾഡർ ബാഗുമായി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നു. ചതുര വീടുകളുടെ മുറ്റത്തും റോഡിലും പൈപ്പിൻ ചുവട്ടിലും ഉണ്ടായിരുന്നവരുടെയെല്ലാം ശ്രദ്ധ അവളിലേക്കായി. അത്ര സുന്ദരിയായ ഒരു യുവതിയെ അവർ KGF-ൽ കണ്ടിട്ടില്ല. ഹായ് വിശ്വച്ചി. ആശയുടെ ശബ്ദം കേട്ട് മറ്റുള്ളവരും നോക്കി. ഓട്ടോക്കാരന് പണം നൽകി വിശ്വജാല വാതിൽക്കലേക്ക് വരുന്നു. ആശ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ചേച്ചി എവിടെയായിരുന്നു? അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേയുള്ളൂ. വിശ്വജാല വിളറി കാണപ്പെട്ടു. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അങ്കിളിനെ ഞാൻ ഒത്തിരി നോക്കി, കണ്ടില്ല. അവസാനം അഡ്രസ് കയ്യിലുണ്ടായിരുന്നതിനാൽ ഒരുവിധം ഇങ്ങെത്തി. നിന്റെ ഫോണിന് എന്തുപറ്റി? കാണാഞ്ഞു വിളിച്ചപ്പം കിട്ടിയതുമില്ല. കാത്തുനിന്ന് മടുത്തപ്പോഴാ ഞാൻ ഇങ്ങ് പോന്നത്. നാഗരാജന്റെ വാക്കുകളിൽ ഈർഷ്യ തിങ്ങി. ഫോൺ. ഒരു നിമിഷം കഴിഞ്ഞാണ് അവൾ ബാക്കി പറഞ്ഞത്. ഫോൺ പോയി. ട്രെയിനിന്റെ ബാത്റൂമിൽ വെച്ച്. കയ്യിൽ നിന്ന് അതിന്റെ ഹോളിലൂടെ ട്രാക്കിലേക്ക്. അപൂർവയും വന്ന് അവളുടെ കരം കവർന്നു. വാ ചേച്ചി, എത്ര നാളായി കണ്ടിട്ട്? കാര്യമൊക്കെ പിന്നെ പറയാം. നിനക്ക് ഖനിയുടെ ഉൾഭാഗം കാണണ്ടേ? ഞാൻ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. നാഗരാജൻ തിടുക്കപ്പെട്ടു. ഞാൻ വരുന്നങ്ങളെ. വേഗം ഒന്ന് കുളിച്ചിട്ട്. വിശ്വജാല പെൺകുട്ടികൾക്കൊപ്പം അകത്തു മറിഞ്ഞു. അടുത്ത നിമിഷം ഇടിമിന്നൽ പോലെ ഒരു വിൽനർ ട്രീറ്റ്സ് ജീപ്പ് പാഞ്ഞെത്തി. കറുത്ത നിറം. വന്ന വേഗത്തിൽ തന്നെ അത് നാഗരാജന്റെ മുറ്റത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. പൂഴി ഉയർത്തി സഡൻ ബ്രേക്ക് ഇട്ടു. ഈശ്വര! നാഗരാജൻ നെഞ്ചിൽ കൈവച്ചു. അയാൾ ജീപ്പിനരികിലേക്ക് ഓടിച്ചെന്നു. വിൽനർ ട്രീറ്റ്സിന്റെ മുന്നിൽ ഇടതുവശത്തെ ഗ്ലാസ് താണു. അതുവഴി ചോര പോലെയുള്ള വെറ്റിലത്തുപ്പൽ പുറത്തേക്ക് ചീറ്റി. തുടർന്ന് ഡോർ തുറക്കപ്പെട്ടു. റേഞ്ച് റോവറിന്റെ കറുത്ത ഹാഫ് ഷൂസും വെളുത്ത ജീൻസും ധരിച്ച കാലുകൾ ഭൂമിയെ കുലുക്കും പോലെ തറയിലേക്ക് അമർന്നു. ഒപ്പം 120 കിലോ തൂക്കവും 6 അടി പൊക്കവുമുള്ള ഒരു ശരീരം കാണായി. നീല കട്ടിത്തുണിയുടെ ഹാഫ് ഷർട്ടും പറ്റേ വെട്ടിയ മുടിയും ക്ലീൻ ഷേവുമുള്ള ഒരു 50-കാരൻ. അയാളുടെ കയ്യിലെ നവരത്നങ്ങൾ പതിച്ച മോതിരം വെയിലേറ്റ് വെട്ടിത്തിളങ്ങി. ഉരുണ്ടുകുറുകിയ വിരലുകൾ നീട്ടി അയാൾ ഡോറടച്ചു. കൈത്തണ്ടയിലെ രോമങ്ങൾ മുള്ളൻ പന്നിയുടെ മുള്ളുകൾ പോലെ തോന്നിച്ചു. രുദ്രേഷ് ഗൗഡ. ജീൻസിന്റെ കീശയിൽ നിന്ന് ഒരു നീല കർച്ചീഫ് വലിച്ചെടുത്ത് അയാൾ ചുണ്ടു തുടച്ചു. പിന്നെ നാഗരാജനെ നോക്കി. കാര്യങ്ങൾ എന്തായി? എന്റെ പണമിങ്ങ് തന്നേര്. തീരെ സമയമില്ല. വിൽനർ ട്രീറ്റ്സിൽ നിന്ന് 4 തടിയന്മാർ കൂടി ഇറങ്ങി. അവർ ഗൗഡയ്ക്ക് പിന്നിൽ നിലയുറപ്പിച്ചു. ഗൗഡ സാബ്, പണം ആയിട്ടില്ല. നാഗരാജന്റെ ശബ്ദം വിറച്ചു. കള്ളനായേ, നീ എന്നെ പറ്റിക്കാമെന്ന് കരുതിയോടാ? ഒറ്റത്തുപ്പായിരുന്നു ഗൗഡ നാഗരാജന്റെ മുഖത്ത്. നാഗരാജൻ കൈകൊണ്ട് വെറ്റിലത്തുപ്പൽ തുടച്ചു. പിന്നെ യാചിച്ചു. ഞാൻ പറ്റിച്ചതല്ല സാബ്. എന്റെ ശമ്പള കുടിശ്ശികയും ഗ്രാറ്റുവിറ്റിയും കിട്ടിയാൽ. പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല രുദ്രേഷ് ഗൗഡ. പിന്നെ അയാൾ പച്ച മലയാളത്തിൽ സംസാരിച്ചു. എനിക്ക് വാക്ക് ഒന്നേയുള്ളൂ, അറിയാമല്ലോ. ഇന്ന് നീ ഖനിയിൽ നിന്ന് വരുമ്പോൾ എന്റെ പണം അതുണ്ടാവണം. അല്ലെങ്കിൽ നിന്റെ മൂത്ത മകളെ ഞാനങ്ങ് കൊണ്ടുപോകും. അപ്പോൾ വാതിൽക്കലേക്ക് വന്ന അപൂർവയെ അടിമുടി നോക്കിക്കൊണ്ടായിരുന്നു അയാളുടെ പറച്ചിൽ.
അല്ലെങ്കിൽ നീ വാങ്ങിയ ഭൂമി. രണ്ടിലൊന്ന് ഇന്ന് തീരുമാനിക്കപ്പെടണം. അടുത്ത വീട്ടുകാരൊക്കെ കുറച്ച് അകലെ നിന്ന് എല്ലാം ശ്രദ്ധിക്കുകയാണ്. ഭീതിയോടെ അടുത്തേക്ക് വരാൻ അവർ മടിച്ചു. ഗൗഡ സാബ്. നാഗരാജൻ എന്തോ പറയാൻ ഭാവിച്ചു. അയാൾ കൈ ഉയർത്തി. വിരലുകൾ നാഗരാജന്റെ കവിളിൽ മുറുകി. പൊടുന്നനെ അയാളുടെ വട്ടക്കണ്ണുകളിൽ ഒരു മിന്നൽ. നാഗരാജന്റെ തോളിന് മുകളിലൂടെ ആ കണ്ണുകൾ അപൂർവയ്ക്കരികിലേക്ക് വന്ന വിഷുജാലയിൽ തറഞ്ഞു. ഗൗഡയുടെ വിരലുകൾ അയഞ്ഞു. ആരാവൾ? നാഗരാജൻ തിരിഞ്ഞു. തുടർന്ന് വിക്കി. എൻ്റെ സഹോദരിയുടെ മകളാണ്. ഗൗഡ കടുപ്പിച്ചു മൂളി. അപ്പോൾ വൈകിട്ട് 6 മണിക്ക്. ഗൗഡ വെട്ടിത്തിരിഞ്ഞു. വരുന്നട, അംഗരക്ഷകരോട് പറഞ്ഞിട്ട് അയാൾ വിൽനർ ട്രീറ്റ്സിൽ കയറി. വണ്ടി താഴേക്കൊന്ന് അമർന്നതുപോലെ നാഗരാജന് തോന്നി. പിന്നാലെ അംഗരക്ഷകരും കയറിയപ്പോൾ ജീപ്പ് മുറ്റത്ത് അർദ്ധവൃത്താകൃതിയിൽ വെട്ടിത്തിരിഞ്ഞു. പതുക്കെ ഉയരുന്ന സൺഗ്ലാസിനിടയിൽ രുദ്രേഷ് ഗൗരിയുടെ കണ്ണുകൾ ചൂണ്ടക്കുളത്തും പോലെ വിഷുജാലയിൽ കുരുത്തുവലിച്ചു. ആരാ അയാൾ? എന്തിനാ വന്നത്? വിഷുജാല മറ്റുള്ളവരെ നോക്കി. മറുപടി നൽകിയത് വനജയാണ്. ഒരിക്കൽ കേരളത്തിൽ എവിടെ നിന്നോ തെണ്ടിത്തിരിഞ്ഞു വന്നതാ. ആദ്യകാലത്ത് ടാർപോളിൻ വലിച്ചു കെട്ടി ആക്രി കച്ചവടം തുടങ്ങി. പെട്ടെന്നായിരുന്നു വളർച്ച. പിന്നെ അയാൾ ഗൗഡയായി. ഇന്ന് ഈ KGF-ലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാൾ. ഗുണ്ട. കൊല്ലാനും കൊല്ലിക്കാനും അയാൾക്ക് ആൾക്കാരുണ്ട്. ആശമ്മോടെ ബൈപ്പാസ് ഓപ്പറേഷന് കുറെ പണം അയാളിൽ നിന്ന് വാങ്ങിയതാ. 5 ലക്ഷം. അതിപ്പോൾ 10 വനജ ശ്വാസം വലിച്ചുവിട്ടു. കമ്പനി നിർത്തുന്നതുകൊണ്ടാ അയാൾ ഇത്ര തിടുക്കപ്പെടുന്നത്. ബംഗാർപേട്ടയിൽ 5 സെന്റ് ഭൂമി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഒന്നുകിൽ അത് അയാൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ അപൂർവയെ. പൊട്ടിക്കരഞ്ഞുപോയി വനജ. 30 വർഷം പട്ടിണി കിടന്നു വാങ്ങിയതാ ആ മണ്ണ്. കൈവിട്ടു പോയാൽ ഒരു വീട് വയ്ക്കാൻ പോലും ഇടമില്ലാതാവും. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ്. കമ്പനി പൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാ ഇവിടുന്ന് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്നതെന്നറിയില്ല. തളർച്ചയോടെ അവർ തറയിലിരുന്നു. എല്ലാം തകർന്നവനെ പോലെ നാഗരാജൻ പൈപ്പിനരികിൽ പോയി മുഖം കഴുകിവന്നു. അയൽക്കാർക്ക് അയാളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല. അയാളെപ്പോലെ ദരിദ്രരാണ് അവരും. ഒന്നും മിണ്ടാതെ നാഗരാജൻ വീടിനുള്ളിലേക്ക് കയറി. ചോറ്റുപാത്രം സഞ്ചിയിലാക്കി. പിന്നെ മുറിയുടെ മൂലയിൽ വച്ചിരുന്ന ഒരു ചാക്കെടുത്ത് നിവർത്തി. അതിനുള്ളിൽ ഒരു ചത്ത പെരിച്ചാഴി. അതിനെ അയാൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞെടുത്ത് ചോറിനോടൊപ്പം സഞ്ചിയിൽ വെച്ചു. അത് കണ്ട് വിഷുജാല അമ്പരന്നു. എന്തിനാ അങ്കളെ? ചത്ത എലിയെ? അയാൾ തെളിച്ചമില്ലാത്ത ഒരു ചിരി മാത്രം മറുപടി നൽകി. പോകാം, നീ വാ. മറ്റുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് നാഗരാജന്റെ ഒപ്പം വിഷുജാലയും ഇറങ്ങാൻ ഭാവിച്ചു. വനജയുടെയും മക്കളുടെയും കണ്ണു നിറഞ്ഞു. പോട്ടെ, നാഗരാജന്റെ ശബ്ദമിടറി. വിഷുജാലയ്ക്ക് ആ യാത്രയയപ്പ് മനസ്സിലായില്ല. വനജ പറഞ്ഞു, ഭൂമിക്കടിയിലേക്കല്ലേ മോളെ പോകുന്നത്? ഞങ്ങളുടെ പ്രാർത്ഥന മാത്രമേയുള്ളൂ രക്ഷയ്ക്ക്. അപ്പോഴും മനസ്സിലാകാത്തതുപോലെ വിഷുജാല നിന്നു. മറ്റ് ചതുര വീടുകളിൽ നിന്നും ഖനിത്തൊഴിലാളികൾ പുറപ്പെട്ടു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് റോഡിൽ പോലീസ് വാഹനങ്ങളുടെ മോളിൽ കട്ട് ചേസ്, സ്കോർപിയോകൾ, യുദ്ധസമാനമായ ഒരന്തരീക്ഷം. മറ്റു വാഹനങ്ങൾ റോഡിന്റെ ഓരം ചേർത്തു കൊടുത്തു. ഭയാനകമായതെന്തോ സംഭവിച്ചു കഴിഞ്ഞെന്ന് നാഗരാജന് ബോധ്യമായി. അപ്പോൾ വിഷുജാല കണ്ടു അമ്പരപ്പിക്കുന്ന ഒരു രംഗം. വാഹനവ്യൂഹങ്ങൾക്ക് നടുവിൽ മൂടിയില്ലാത്ത ഒരു കാളവണ്ടി. ലോറിയുടെ മുൻചക്രങ്ങളാണ് അവയ്ക്കെന്ന് തോന്നി. ആ വണ്ടിയിൽ ചുവന്ന പട്ടുചേല ചുറ്റിയ ഒരു സ്ത്രീ നിൽക്കുന്നു. കുതിരയുടെ കടിഞ്ഞാൻ പോലെ കാളയുടെ നുകത്തിൽ നിന്ന് 2 ചരടുകൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അവർ. ഒരു ചാട്ടയും. കരുത്തനായ ഒറ്റ കാളയാണ് മിന്നൽ വേഗത്തിൽ വണ്ടി വലിക്കുന്നത്. തിമ്മക്ക. വനജയും പെൺമക്കളും ഭീതിയോടെ പറയുന്നത് വിഷുജാല കേട്ടു. അപ്പോഴേക്കും വാഹനവ്യൂഹം കണ്ണിൽ നിന്ന് മറഞ്ഞു. ഊർഗം റെയിൽ കോച്ച് ഫാക്ടറി, മുന്നിൽ സയനൈഡ് ഹിൽ, ഗോൾഡ് മൈനിങ്ങിന്റെ വേസ്റ്റ് തള്ളി ഉണ്ടായ കുന്ന്. പാർശ്വഭാഗങ്ങൾ വെള്ളം ഒഴുകി കോട്ടമതിൽ പോലെ ആയിരിക്കുന്നു. മറ്റു വാഹനങ്ങൾ വലത്തേക്ക് തിരിഞ്ഞ് കുന്നിനെ ചുറ്റിയുള്ള റോഡിലൂടെ പോയി. എന്നാൽ കാളവണ്ടി റെയിൽവേ ക്രോസിൽ ഇടത്തേക്ക് തിരിഞ്ഞു. പാളങ്ങൾക്ക് നടുവിലൂടെ മുന്നോട്ട്. തിമ്മക്കയുടെ കയ്യിൽ ചാട്ടപ്പൊളഞ്ഞു. കാളയുടെ പുറത്ത് പടക്കം പൊട്ടുന്ന ഒച്ചയിൽ അടിയേറ്റു. അത് കൂടുതൽ വേഗത്തിൽ പാഞ്ഞു. റെയിൽ കോച്ച് ഫാക്ടറിക്ക് അടുത്തെത്തിയതും വലതുഭാഗത്തെ കുറ്റിക്കാട്ടിലേക്ക്. പാളങ്ങൾക്ക് മുകളിലൂടെ വണ്ടി കുതിച്ചു ചാടി അപ്പുറം കടന്നു. അവിടെ കുന്നിന് താഴെ പോലീസുകാരുടെയും സ്ഥലവാസികളുടെയും കൂട്ടം. ഒരു പോലീസ് ടവേരയ്ക്ക് മുന്നിൽ തിമ്മക്ക കാളവണ്ടി നിർത്തി. എവിടെയാ? ഉരുക്കുകൾ തമ്മിൽ ഉരസും പോലെയുള്ള തിമ്മക്കയുടെ ശബ്ദം പാമ്പ് വായ് പിളർക്കുന്നത് പോലെയാണ് മറ്റുള്ളവർക്ക് തോന്നിയത്. അവിടെ. DYSP മുകളിലേക്ക് കൈ ചൂണ്ടി. തിമ്മക്കയുടെ കത്തുന്ന കണ്ണുകൾ കുന്നിനു മുകളിലേക്ക് നീണ്ടു. വെയിലേറ്റ് സ്വർണ്ണ വേസ്റ്റ് വെട്ടിത്തിളങ്ങുന്നു. ഇനിയും അതിൽ ധാരാളം സ്വർണമുള്ളതുപോലെ.
ആരെയും അവിടേക്ക് വിട്ടിട്ടില്ലല്ലോ? നാട്ടുകാരെ ഉദ്ദേശിച്ചാണ് ചോദ്യം. ഇല്ലക്ക. ചാട്ട അന്തരീക്ഷത്തിൽ ഒരു പുളച്ചിൽ ധ്വനി തീർത്തു. കാളവണ്ടി വളഞ്ഞു കിടക്കുന്ന റോഡിലൂടെ കുന്നു കയറാൻ തുടങ്ങി. പിന്നിൽ സ്വർണ്ണ നിറത്തിലുള്ള പൊടിയുയർന്നു. കുന്നിൻ മുകളിൽ 1 കിലോമീറ്ററോളം വ്യാസത്തിൽ പരന്നു കിടക്കുന്ന മൺമല. തലേന്നും കൊണ്ടിറക്കിയ മൈനിങ് വേസ്റ്റ് കണ്ടു. 6 പോലീസുകാർ നിശ്ചിത അകലത്തിൽ ഒരു വലയം തീർത്തു നിൽക്കുന്നു. അതിന് നടുവിൽ കാക്കയ്ക്കും കഴുകനും കൊത്തിക്കീറാൻ എന്നതുപോലെ ഒരു ശവം. മാറിലൂടെ മണ്ണിലേക്ക് കുത്തിയിറക്കിയിരിക്കുന്ന ഒരു വാളിന്റെ പിത്തള കെട്ടിയ പിടി തിമ്മക്കയുടെ നെഞ്ചു കിടുങ്ങി. കോളാർ തങ്കം, തന്റെ മകൻ. കാളവണ്ടിയിൽ നിന്ന് അവർ ഒരു തീപ്പന്തം പോലെ തറയിലേക്ക് പരന്നു. അധ്യായം 2. കോളാർ തങ്കത്തിന്റെ മൃതദേഹത്തിനരികിൽ നിന്ന പോലീസുകാരിൽ പോലും ഒരു നടുക്കം പടർന്നു. ചുവടുകൾ അളന്നുവെക്കുന്നത് പോലെയാണ് തിമ്മക്ക മകന്റെ ബോഡിക്കടുത്തേക്ക് നീങ്ങിയത്. അവരുടെ ചെരുപ്പിനടിയിൽ പൂഴി ഇളകി. നിശ്ചലമായ കൺപീലികൾക്കിടയിൽ കൃഷ്ണമണികൾ മാത്രം തിര പോലെ ഇളകി. അവിടെ സ്വർണ്ണപ്പൊടികൾ തിളങ്ങി. ആപാത ചൂടം മകന്റെ ശരീരം ശ്രദ്ധിക്കുകയാണ് തിമ്മക്ക. ഒരു കാലും കൈയും മടക്കിയ നിലയിൽ, തുറിച്ച കണ്ണും തുറന്ന വായും. മുടിയിലും മുഖത്തും മണ്ണ് പറ്റിയിരിക്കുന്നു. നെഞ്ചിൽ പിടിവരെ താഴ്ന്നിരിക്കുന്ന വാൾ. അത് അവന്റെ സ്വന്തം ആയുധം തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒരു തുള്ളി ചോര പോലും പുറത്തു കണ്ടില്ല. വാൾ തുളച്ച മണ്ണിലൂടെ ചോര താഴേക്ക് പോയിരിക്കുമെന്ന് അവർക്ക് തോന്നി. തിമ്മക്കയുടെ കണ്ണുകൾ കൂർത്തു. പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ഞരമ്പുകൾ ചിലന്തിക്കാലുകൾ പോലെ വലിഞ്ഞു മുറുകി. പക്ഷെ തൊട്ടുമുന്നിൽ മകന്റെ ശവം കണ്ടിട്ടും ഒരു തുള്ളി കണ്ണീർ പോലും പൊടിച്ചില്ല. തിമ്മക്ക പോലീസുകാരോട് എന്തോ ചോദിക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് പൊടി പറത്തിക്കൊണ്ട് 2 കട്ട്ചേസ് സ്കോർപിയോ വാനുകൾ കുന്നുകയറി വന്നു. തിമ്മക്കയുടെ ഒപ്പം വന്ന അംഗരക്ഷകർ. അവർ സൈനൈഡ് ഹില്ലിനെ ഒന്ന് വലം വെച്ചാണ് വന്നിരിക്കുന്നത്. കാളവണ്ടിക്കരികിൽ അവർ നിന്നു. 12 പേർ ചാടിയിറങ്ങി. തിമ്മക്ക വെട്ടിത്തിരിഞ്ഞു. പൊടുന്നിനെ അവരുടെ കണ്ണുകൾ എന്തിലോ ഉടക്കി. സൂക്ഷിച്ചു നോക്കി. പിളർന്ന് ചിതറിക്കിടക്കുന്ന ഒരു സെൽഫോൺ. അവർ അംഗരക്ഷകരെ കൈയാട്ടി വിളിച്ചു. അവർ ഓടിയെത്തി. തിമ്മക്ക ഫോണിന് നേർക്ക് കൈ ചൂണ്ടി. അതെടുക്ക്. ഒരാൾ ചിതറിയ ഫോണും ബാറ്ററിയും മറ്റും പെറുക്കിയെടുത്തു. അതിൽ സിമ്മുണ്ടോ? ഇല്ലെന്ന ഭാവത്തിൽ അയാൾ തലയാട്ടി. നോക്ക്. ഗുണ്ടകൾ അവിടം അരിച്ചു പെറുക്കി. അവസാനം പൂഴി പറ്റിയ നിലയിൽ സിം കാർഡ് കിട്ടി. തിമ്മക്ക തുടർന്നു. മലയാളത്തിൽ സംസാരിച്ചു. ഇത് തങ്കത്തിന്റെ ഫോണാണോടാ? അല്ലമ്മ. തിമ്മക്കയുടെ കണ്ണുകളിൽ ഒരു പരുന്തിന്റെ ഭാവം വന്നു. സൂക്ഷിച്ചു വെച്ചോ. പോലീസിന് കൊടുക്കണ്ട. ശരിയമ്മ. തിമ്മക്ക മകന്റെ ബോഡിക്കരികിൽ കുത്തിയിരുന്നു. അവന്റെ കവിളിലൂടെ ഒന്ന് കൈ ഓടിച്ചു. ഞെട്ടലോടെ അവർ കൈ പിൻവലിച്ചു. ശരീരത്തിന്റെ ചൂട് മാറിയിട്ടില്ല. അതിനർത്ഥം അവൻ മരിച്ചിട്ട് അധികനേരമായിട്ടില്ല. എടാ, തിമ്മക്ക അലറി. എന്റെ മോനെ കൊന്നവൻ ആരാണെങ്കിലും പാടാ. വന്ന് എന്റെ മുന്നിലൊന്ന് നിന്നു താടാ. കാട്ടിത്തരാൻ ഞാൻ. ഒന്നിനു പകരം 3 വാൾ നിന്റെ നെഞ്ചിൽ കുത്തിയിറക്കും ഞാൻ. അവരുടെ നോട്ടം വലവീശും പോലെ കുന്നിൻ മുകളിലൊന്ന് കറങ്ങി. തിമ്മക്കയുടെ ശബ്ദം വീശിയ കാറ്റിലും ദൂരെ കാണുന്ന മറ്റ് ഗോൾഡ് മൈനിങ് വേസ്റ്റ് ഹില്ലുകളിലും ഏറ്റുപിടിച്ചു. തിമ്മക്കയുടെ വാഹനവ്യൂഹം ഊർഗും ഭാഗത്തേക്ക് മറിഞ്ഞതോടെ സ്വർണ്ണഖനികളിലേക്ക് പോകാനിറങ്ങിയ തൊഴിലാളികൾക്കിടയിൽ നിന്ന് പിറുപിറുക്കലുകൾ ഉയർന്നു തുടങ്ങിയിരുന്നു. എന്തോ അങ്ങേയറ്റത്തേത് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തിമ്മക്ക ഇങ്ങനെ കാളവണ്ടിയിൽ പോവില്ല. മലയാളിയായ ചന്ദ്രപ്പൻ കടാവ് പറഞ്ഞു. ആമാ. ധർമ്മപുരി സ്വദേശിയായ കനകസഭാവതിയും പിന്താങ്ങി. തിമ്മക്ക കാളവണ്ടിയിൽ കയറിയാൽ ശവങ്ങൾ വീഴാൻ പോകുന്നു എന്നാണർത്ഥം. അവർക്ക് വളരെ പ്രിയപ്പെട്ടതെന്തോ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലായിരുന്നു ആളുകളുടെ പിറുപിറുക്കലുകൾ. വിഷുജാല തിരിഞ്ഞ് അപൂർവയെയും ആശയെയും നോക്കി. എന്തൊക്കെയാ ഇവരീ പറയുന്നത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അതിന് മറുപടി പറഞ്ഞത് വനജയാണ്. ആ തിമ്മക്ക കോളാറിന്റെ പേടി സ്വപ്നമാ മോളെ. അവർ തമിഴ്ത്തിയോ മലയാളിയോ എന്ന് ആർക്കും അറിയില്ല. നേരത്തെ ഇവിടെ വന്ന രുദ്രേഷ് ഗൗഡിയേക്കാൾ ഭയങ്കരിയ അവര്. ഭർത്താവില്ല. എന്തിനും പോന്ന 4 ആൺമക്കളാണ് അവരുടെ ശക്തി. ഈ ജില്ലയിൽ അവർ പറയാതെ പോലീസ് പോലും അനങ്ങില്ല. വിഷുജാലയ്ക്ക് അതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. ഇങ്ങനെ ഒരു സ്ത്രീയോ? കാളവണ്ടിക്ക് മുകളിൽ നിന്ന് പോകുന്നത് കണ്ടപ്പോൾ തന്നെ അവരുടെ ധൈര്യത്തിൽ അമ്പരപ്പ് തോന്നിയതാണ്. വനജ തുടർന്നു. ഖനി തൊഴിലാളിയായിരുന്നു അവർ. വിവാഹം ചെയ്തതും ഒരു തൊഴിലാളിയെ തന്നെ. പക്ഷേ ഖനിയിലെ ഒരു ഗാങ്മാനുമായി അടുപ്പമുണ്ടായിരുന്നു പോലും. അതറിഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ ഭർത്താവിനെ കൊന്നതും തിമ്മക്ക തന്നെയാണെന്ന ജനസംസാരം. നീ എന്തിനാ വനജെ ഇതൊക്കെ പറയുന്നത്? നാഗരാജൻ അസ്വസ്ഥനായി. ഇതെങ്ങാനും അവരുടെ കാതിലെത്തിയാൽ? അയാളുടെ ശബ്ദം റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ഒച്ചയിൽ ലയിച്ചു. ആര് ചെന്ന് പറയാനാ അവരോട്? വനജ ശബ്ദം കുറച്ച് വീണ്ടും വിഷുജാലയോട് ബാക്കി പറഞ്ഞു. അക്കാലത്ത് വാങ്ങിയതാ ഈ കാളവണ്ടി.
പാറ കീറി വിൽക്കുന്ന ഒരു ബിസിനസ് തിമ്മക്ക ആരംഭിച്ചു. അതിനു വേണ്ടിയിട്ട്. എന്നാൽ അതല്ലായിരുന്നു പ്രധാന ബിസിനസ് എന്ന് പറയുന്നത്. ഗാങ്മാൻ കടത്തിക്കൊടുക്കുന്ന സ്വർണ്ണപ്പാറകളും അതിനുള്ളിലുണ്ടായിരുന്നെന്ന ജനം വിശ്വസിക്കുന്നത്. അങ്ങനെ അവർ പെട്ടെന്ന് കോടീശ്വരിയായി. എന്തിനേയും അടക്കി വാഴുന്ന അവതാരമായി. വനജ ദീർഘമായി നിശ്വസിച്ചു. ഇങ്ങനെ നിന്നാൽ മതിയോ താങ്കരാജ? പോകണ്ടേ? കനകസഭാപതി നാഗരാജന്റെ അടുത്തെത്തി. പോയേക്കാം. അവസാന യാത്ര എന്ന വണ്ണം വീട്ടുകാരോട് പറഞ്ഞിട്ട് തൊഴിലാളികൾ റോഡിലേക്ക് ഇറങ്ങുകയായി. 5 ഖനികളിലേക്കും പോകുന്നവരുണ്ട്. പല ഭാഗങ്ങളിലേക്കായി അവർ ചിതറി. പെട്ടെന്നാണ് സുന്ദരന്റെ ഓട്ടോ പാഞ്ഞെത്തിയത്. വേഗത കുറയ്ക്കുന്നതിനിടയിൽ അവൻ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു. അറിഞ്ഞോ, തിമ്മക്കയുടെ 2ാമത്തെ മകൻ കോളാർ തങ്കത്തിനെ ആരോ കുത്തിക്കൊന്നു. സൈനൈഡ് ഹില്ലിൽ വെച്ച്. സകലരും കിടുങ്ങി. കോളാർ ഇളകിമറിയാൻ പോവുകയാണെന്ന് അവർക്ക് ബോധ്യമായി. സൈനൈഡ് ഹിൽ. മകന്റെ ശരീരത്തിനടുത്ത് നിന്ന് തിമ്മക്ക എഴുന്നേറ്റു. ഇവന്റെ കൂടെ നിങ്ങളാരും ഇല്ലായിരുന്നോടാ? അലർച്ച അംഗരക്ഷകർക്ക് നേരെയാണ്. ഇല്ലമ്മ, രാത്രി കുപ്പത്തിന് പോയതാ തങ്കം. എന്നിട്ട് അവന്റെ വണ്ടി എന്തിയടാ? അതാ മനസ്സിലാവാത്തത്. വളരെ പേടിയോടെ അയാൾ അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ഒരു പണിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ വെളുപ്പിന് വിളിച്ച് ട്രെയിനിലാ വരുന്നതെന്നും ബംഗാർപേട്ടയിൽ വരുമ്പോൾ അറിയിക്കാമെന്നും പറഞ്ഞു. പക്ഷേ വിളിച്ചില്ല. ആകെയൊരു ദുരൂഹത മണത്തു തിമ്മക്കയ്ക്ക്. അവർ കൽപ്പിച്ചു, പോലീസിനോട് വരാൻ പറ. ഒരാൾ കുന്നിന്റെ അങ്ങേയറ്റത്തേക്ക് മാറി നിന്നു. താഴേക്ക് നോക്കുമ്പോൾ ഗോൾഡ് ഫാക്ടറിക്ക് വലതുവശത്ത് പോലീസും തടിച്ചുകൂടിയ ജനങ്ങളും. അവർ ആട്ടിൻപറ്റത്തിന്റെ വലിപ്പത്തിൽ തോന്നിച്ചു. എല്ലാവരും കുന്നിലേക്ക് ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. അയാൾ ഡിവൈഎസ്പിയുടെ സെൽഫോണിലേക്ക് വിളിച്ചുകൊണ്ട് കൈ ഉയർത്തി വീശി. അമ്മ വരാൻ പറയുന്നു. 2 വാഹനങ്ങളിലായി പോലീസ് സംഘം മുകളിലേക്ക് പോന്നപ്പോൾ ബാക്കിയുള്ളവർ ജനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. കുന്നിൻ മുകളിലെത്തിയ ടവേരയിൽ നിന്ന് ഡിവൈഎസ്പി ശേഷണ്ണ, CI ഗുണ്ടപ്പ, SI ശിവൻ യോഗി എന്നിവരും പോലീസുകാരും ഇറങ്ങി. ഒറ്റക്കുതിപ്പിൽ തിമ്മക്ക ശേഷണ്ണയുടെ മുന്നിലെത്തി. അയാളുടെ കാക്കി യൂണിഫോമിൽ കുത്തിപ്പിടിച്ച് തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. പിന്നെ ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് മകന്റെ മൃതദേഹത്തിന് നേർക്ക് കൈ ചൂണ്ടി. കണ്ടല്ലോ നീ എന്റെ തങ്കത്തിനെ. നിങ്ങളൊക്കെ KGF-ലുണ്ടായിട്ടും അവനെ കൊന്നു. പറയടാ, നിനക്കുണ്ടോ ഇക്കാര്യത്തിൽ മനസ്സറിവ്? അല്ലെങ്കിൽ ഇവർക്ക്? തിമ്മക്കയുടെ നോട്ടം ഗുണ്ടപ്പയിലേക്കും ശിവയോഗിയിലേക്കും മാറി മാറി വീണു. ഇല്ല, ഞങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? നിഷേധഭാവത്തിൽ തിമ്മക്ക തലയാട്ടി. എനിക്ക് വിശ്വാസം പോരാ. പക്ഷേ എൻ്റെ ഒരു മകനെ മരിച്ചിട്ടുള്ളൂ. 3 പേർ ബാക്കിയുണ്ട്. ഒരുത്തൻ ചത്താൽ എനിക്ക് പുല്ല. കണ്ടെത്തിയിരിക്കും ഞാൻ ഇത് ചെയ്തവനെ. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സറിവുണ്ടായിരുന്നെന്ന് തെളിഞ്ഞാൽ ഈ കർണാടകയിലെ പോലീസ് മുഴുവൻ വന്നാലും നിന്നെയൊക്കെ കുലത്തോടെ മുടിക്കും ഞാൻ. തിമ്മക്ക ശേഷണ്ണയെ പിന്നോട്ട് തള്ളി. അയാൾ വേച്ചുപോയി. അമ്മ, നാളെ ഈ നേരത്തിനു മുൻപ് കൊലയാളിയെ കാൽച്ചുവട്ടിൽ എത്തിച്ചു തരും ഞങ്ങൾ. ശേഷണ്ണ ഉറപ്പുകൊടുത്തു. ആരാ ആദ്യം ഇത് കണ്ടത്? തിമ്മക്കയുടെ കണ്ണുകൾ വട്ടം ചുറ്റി. ഹെൻറി കോളനിയിലെ ഒരു ടെമ്പോ ഡ്രൈവറാ. ഭവ്യതയോടെ SI ശിവയോഗി അറിയിച്ചു. വിളിക്കവനെ. ഉടനെ CI താഴ്വാരത്ത് നിൽക്കുന്ന പോലീസിന് മെസ്സേജ് നൽകി. 5 മിനിറ്റിനുള്ളിൽ ഒരു മെല്ലിച്ച മധ്യവയസ്കൻ മുകളിലെത്തി. തിമ്മക്ക അയാളെ ആകമാനം ശ്രദ്ധിച്ചു. നീയാണോടാ ആദ്യം കണ്ടത്? ആണമ്മ. അയാൾ തൊഴുതു. മറ്റാരെയെങ്കിലും അപ്പോൾ നീ ഇവിടെ കണ്ടോ? അയാൾ ഒന്ന് പരുങ്ങി. എടാ പറയാൻ. തിമ്മക്കയുടെ കൈത്തലം അയാളുടെ മുഖത്ത് ആഞ്ഞു പതിച്ചു. കാറ്റുപിടിച്ച മരം പോലെ അയാൾ ഒന്നാടി. ഞാൻ താഴെ നിന്ന് കയറി വരുമ്പം ഒരു ഓട്ടോ വേഗത്തിൽ പോകുന്നത് മാത്രം കണ്ടിരുന്നു. അയാൾ വിക്കി. ഓട്ടോ. കണ്ണുകൾ കുറുകി. തിമ്മക്കയുടെ പുരുകങ്ങൾ വില്ലുപോലെ വളഞ്ഞു. പിന്നെ അവർ അംഗരക്ഷകർക്ക് നിർദ്ദേശം നൽകി. ഈ KGF-ലെ സകല ഓട്ടോ ഡ്രൈവർമാരും ഇന്നു വരണം എൻ്റെ മുന്നിൽ. 1 മണിക്കൂറിനുള്ളിൽ ഓട്ടോയുമായിട്ട്. അവർ തലയാട്ടി. തിമ്മക്ക വീണ്ടും അയാൾക്ക് നേരെ തിരിഞ്ഞു. ഓട്ടോയിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അതിൻ്റെ നമ്പർ നിനക്കറിയാമോടാ? ഇല്ലമ്മ. രാത്രി ആയതുകൊണ്ടും പൊടിയിളകിയതുകൊണ്ടും. തിമ്മക്ക അമർത്തി മൂളി. എന്നിട്ട് ഞാൻ മുകളിലേക്ക് വരുമ്പോൾ ഒരലർച്ച കേട്ടു. ഓടിയെത്തിയപ്പോൾ കണ്ടത് ഇതാ. പോലീസുകാർ നിശ്ചലം നിന്ന് തിമ്മയ്ക്ക് ചോദ്യം ചെയ്യാനുള്ള അവസരം നൽകുകയാണ്. നീ എന്തിനാ ആ നേരത്തിവിടെ വന്നത്? അവരുടെ അടുത്ത ചോദ്യം. അത്. അയാൾ പേടിയോടെ പോലീസുകാരെ നോക്കി. അവിടെയല്ലടാ, ഇവിടെ. എന്നോടാ നീ മറുപടി പറയേണ്ടത്. തിമ്മക്ക അയാളെ തൻ്റെ നേർക്ക് പിടിച്ചു തിരിച്ചു. കുനിഞ്ഞ ശിരസോടെ അയാൾ പിറുപിറുത്തു. ഇവിടുന്ന് മണ്ണ് വാരി ചാക്കിലാക്കി ഞാൻ താഴേക്ക് ഉരുട്ടിവിടും. പിന്നെ എൻ്റെ ടെമ്പോയിൽ കയറ്റിക്കൊണ്ടുപോയി അരിച്ചെടുക്കും. പോലീസുകാർ പരസ്പരം നോക്കി. ഇങ്ങനെയും ഒരു സ്വർണ്ണമൂറ്റ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് അവർ അറിയുന്നത് ആദ്യം. സ്വർണം കിട്ടാറുണ്ടോ? തിമ്മക്ക തിരക്കി. ഉണ്ട്.
നീ വന്ന സമയത്ത് എൻ്റെ മോൻ മരിച്ചിരുന്നോ? അവരുടെ ശബ്ദത്തിന് മൂർച്ച കൂടി. അറിയില്ല. നീ നോക്കിയില്ലേ? ഇല്ലമ്മ, ഞാൻ ഭയന്നുപോയിരുന്നു. നിനക്ക് എന്നെയൊന്ന് വിളിച്ചു പറയാൻ പോലും തോന്നിയില്ല അല്ലേടാ? അയാളുടെ നാവ് മരവിച്ചു. തിമ്മക്ക അയാളുടെ കയ്യിൽ കടന്നു പിടിച്ചു. പിന്നെ കൊടുങ്കാറ്റ് പോലെ മുന്നോട്ട്. പോലീസുകാർ ഭീതിയോടെ അകന്നു മാറി. ഒരു പക്ഷേ നീ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോൻ്റെ പ്രാണൻ പോകുന്നതിനു മുൻപ് ഞാൻ എത്തിയേനെ. അല്ലെങ്കിൽ KGF മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടാണെങ്കിലും അവൻ്റെ ഘാതകനെ ഞാൻ കണ്ടെത്തിയേനെ. തിമ്മക്ക വല്ലാതെ കിതച്ചു. നീ ചെയ്തത് വലിയ തെറ്റാ. അതിൻ്റെ ഫലം നീ അനുഭവിക്കുക തന്നെ വേണം. ഇന്നത്തോടെ നിന്റെ സ്വർണ്ണമൂറ്റം തീർന്നു. എല്ലാവരും നോക്കി നിൽക്കെ തിമ്മക്ക തലേന്ന് കൊണ്ടിറക്കിയ മൈനിങ് വേസ്റ്റ് മണ്ണിൽ നിന്ന് ഒരു പിടി വാരിയെടുത്തു. പിന്നെ അയാളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് വായ തുറപ്പിച്ചു. തുടർന്ന് മണ്ണ് അകത്തേക്ക് തള്ളി വായടച്ചു. നീ ഇത് തിന്ന്. സെക്കൻഡുകൾ. അയാൾ ഒന്ന് പിടഞ്ഞു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി തിമ്മക്ക പിടിവിട്ടപ്പോൾ അയാൾ ആ നനഞ്ഞ മണ്ണിൽ തന്നെ ചത്തുവീണു. മണ്ണിൽ നിന്ന് സയനൈഡൈസേഷൻ നടത്തി സ്വർണം വേർതിരിക്കുന്നതിനാൽ കാലങ്ങളോളം അതിൽ വിഷാംശം ഉണ്ടായിരിക്കും. ഒരു മുറിവിൽ ആ മണ്ണ് പറ്റിയാൽ പോലും മരണം സംഭവിച്ചേക്കാം. സകലനും മരവിച്ചു നിൽക്കുകയാണ്. ഒന്നും സംഭവിക്കാത്തതുപോലെ തിമ്മക്ക സാരിത്തുമ്പിൽ കൈ തുടച്ചു. പിന്നെ പോലീസിന് കൽപ്പന നൽകി. എൻ്റെ മറ്റു മക്കൾ വരുന്നതിന് മുൻപ് നിങ്ങളുടെ ജോലി തീർത്തോ, അല്ലെങ്കിൽ അവർ നിങ്ങളെയും ബാക്കി വയ്ക്കില്ല. അംഗരക്ഷകരിൽ ഒരാൾ മിനറൽ വാട്ടർ കൊണ്ടുവന്ന് തിമ്മക്കയുടെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തു. കൈ കഴുകിയിട്ട് അവർ കാളവണ്ടിക്ക് നേരെ നടന്നു. ചാമ്പ്യൻ റീഫ് ഗോൾഡ് ഫാക്ടറി എന്നെഴുതിയ കമാനത്തിനടിയിലൂടെ നാഗരാജനും വിശ്വജാലയും അകത്തേക്ക് കടന്നു. അവിടെ തൊഴിലാളികളുടെ നീണ്ട നിര കണ്ടു. സെക്യൂരിറ്റിക്കാർ അവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് അയക്കുന്നത്. സ്വർണ്ണഖനി എന്ന് കേട്ടപ്പോൾ വലിയ ഒരുപാട് കെട്ടിടങ്ങളും മറ്റുമാണ് വിശ്വജാല പ്രതീക്ഷിച്ചത്. എന്നാൽ അങ്ങനെയൊന്നും കണ്ടില്ല. ആസ്ബസ്റ്റോസ് ഷീറ്റ് പാകിയ ഒരു വലിയ ഷെഡ്, പിന്നെ ക്രഷർ ഹൗസ്, ചില കെട്ടിടങ്ങൾ. ഇത്രയേ ഉള്ളോ അങ്കിൾ ഇവിടെ? അവൾ നാഗരാജനെ നോക്കി. നീ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നതല്ലേയുള്ളൂ. അയാൾ ചിരിച്ചു. എൻ്റെ കൂടെ വാ. അവളെയും കൂട്ടി അയാൾ ഫാക്ടറി ചെയർമാൻ MD റൂമിലേക്ക് നടക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് അവർക്ക് മുന്നിൽ ഇത്തിരി അകലെ ഒരു ഓട്ടോ വന്നു നിന്നു. അതിൻ്റെ ഡ്രൈവറെ കണ്ടതും ഞെട്ടലോടെ അവൾ നാഗരാജന്റെ പിന്നിലേക്ക് മാറി. അധ്യായം 3. വിശ്വജാലയുടെ മുഖത്തുണ്ടായ ഭാവമാറ്റം നാഗരാജൻ കണ്ടില്ല. അവർ ഇരുവരും ഫാക്ടറി ചെയർമാൻ മാനേജറുടെ ഓഫീസിന് പുറത്തെത്തി. നാഗരാജൻ വാതിലിൽ മൃദുവായി തട്ടി. കമിൻ. അകത്തുനിന്ന് തവള കരയും പോലെയുള്ള ശബ്ദം കേട്ടു. നാഗരാജൻ ആദ്യം അകത്ത് കിടന്നു. വിശ്വജാല തിരിഞ്ഞു നോക്കി. അപ്പോൾ ഓട്ടോ തിരിച്ചു പോകുന്നത് കണ്ടു. അവൾക്ക് ആശ്വാസമായി. വെളുത്ത നിറമുള്ള അധികം ഉയരമില്ലാത്ത കഷണ്ടി തലയനായിരുന്നു മാനേജർ. വിശ്വജാലയെ കണ്ടപ്പോൾ അയാളുടെ ചെറിയ കണ്ണുകൾ ഒന്ന് വികസിച്ചു. നിങ്ങളുടെ ആരാ ഇവൾ? അയാൾ അവളിൽ നിന്ന് കണ്ണെടുത്തില്ല. വിശ്വജാലയ്ക്ക് ജാള്യം തോന്നി. സഹോദരിയുടെ മോള, നാഗരാജൻ അറിയിച്ചു. ഈ ഫോം ഫില്ല് ചെയ്യ്. അയാൾ ചാമ്പ്യൻ റീഫ് ഗോൾഡ് ഫാക്ടറി എന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ഒരു പേപ്പർ കീറി നൽകി. നാഗരാജൻ പറഞ്ഞ പ്രകാരം വിശ്വജാല വിവരങ്ങൾ രേഖപ്പെടുത്തി. ഖനിക്കുള്ളിൽ വെച്ച് എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്ക് മാത്രമായിരിക്കുമെന്ന് രേഖാമൂലം നൽകുന്ന സമ്മതപത്രമായിരുന്നു അത്. അടിയിൽ അവൾ ഒപ്പിട്ടുകൊടുത്തു. ശരി സാർ. അവർ ചെയർമാനെ തൊഴുതു പുറത്തേക്ക് നടന്നു. വാതിൽ കടക്കും വരെ അയാളുടെ കണ്ണുകൾ അവളുടെ പിൻവടിവുകളിലും ചലനങ്ങളിലും തറഞ്ഞു നിന്നു. നമ്മൾ നിൽക്കുന്നതും താമസിക്കുന്നതും അടക്കമുള്ള 15 കിലോമീറ്ററിലധികം ഖനിക്ക് മുകളിലാണ്. പണ്ടുകാലത്ത് ഇവിടെ കുന്നുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കാണുന്നത് വെറും വേസ്റ്റ് കൂനകൾ മാത്രമാണെന്ന് പറയാം. ഭൂമിക്ക് അടിഭാഗം തുറന്ന് സ്വർണ്ണഖനനം നടത്തിയതിൻ്റെ വേസ്റ്റുകൾ. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ടതാണത്. നാഗരാജൻ വിശദീകരിച്ചപ്പോൾ വിശ്വജാലയ്ക്ക് ഭീതി തോന്നി. അപ്പോൾ ഒരു ഭൂമികുലുക്കമുണ്ടായാൽ? അവൾ പൂർത്തിയാക്കിയില്ല. അതെ, അങ്ങനെ സംഭവിച്ചാൽ ഈ കാണുന്ന പട്ടണം താഴേക്ക് പോയേക്കാം. ഏതാണ്ട് 2000 അടി താഴ്ചയിലേക്ക്. കിടുങ്ങിപ്പോയി വിശ്വജാല. അവൾക്കത് സങ്കല്പിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഒരു പ്രദേശം അപ്പാടെ താഴേക്ക് പോവുക. മനുഷ്യരും മൃഗങ്ങളും മരങ്ങളും വീടുകളുമെല്ലാം ചില കിണറുകൾ ഇടിഞ്ഞു താഴുന്നതുപോലെ അങ്ങ് പാതാളത്തിലേക്ക് പോവുക. നാഗരാജനും വിശ്വജാലയും മുന്നിൽ കണ്ട ക്യൂവിൻ്റെ പിന്നിട്ടടുത്ത് അണിചേർന്നു. അയാൾ വിശദീകരിച്ചുകൊണ്ടിരുന്നു. ഇതിനടിയിൽ മണ്ണും പാറയും ഇടിഞ്ഞു വീണ് എത്രയോ പേർ മരിച്ചിരിക്കുന്നു. ചിലരുടെയൊക്കെ ബോഡികൾ വീണ്ടെടുത്തിട്ടുണ്ട്. അല്ലാത്തവർ ഇപ്പോഴും അവിടെ തന്നെ സമാധിയിൽ. താൻ മനസ്സിലാക്കിയതിലും സങ്കല്പിച്ചതിലും അപ്പുറമാണ് ഖനിക്കുള്ളിലെ അവസ്ഥയെന്ന് മനസ്സിലായി വിശ്വജാലയ്ക്ക്. ആളുകളുടെ നിര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. മുന്നിൽ പോകുന്നവർ ഒരു ചെറിയ മേൽക്കൂരയ്ക്ക് കീഴെ അപ്രത്യക്ഷരായിക്കൊണ്ടിരുന്നു. സയനൈഡ് ഹിൽ.
പോലീസുകാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. കോളർ തങ്കത്തിൻ്റെ ശവശരീരം ആംബുലൻസിൽ കയറ്റി. ഡിവൈഎസ്പി ശേഷണ്ണ എന്തെങ്കിലും ഒരു തെളിവിനായി ചുറ്റും പരതി. കൊലയാളിയിലേക്ക് സൂചന നൽകുന്ന എന്തെങ്കിലും കിട്ടിയില്ല. അപ്പോൾ ഒരു പോലീസുകാരൻ അറിയിച്ചു, ഒരു മൊബൈലിൻ്റെ ഭാഗങ്ങൾ തിമ്മക്കയ്ക്ക് കിട്ടിയിട്ടുണ്ട് സാർ. ശേഷണ്ണയുടെ കണ്ണുകൾ കൂർത്തു. ഇനി തങ്ങളെക്കാൾ മുൻപേ അവർ കൊലയാളിയുടെ അടുത്തെത്തുമെന്ന് അയാൾക്ക് തീർച്ചയായി. സൈനൈഡ് കലർന്ന മണ്ണ് വായിൽ തിരുകി. തിമ്മക്ക കൊലപ്പെടുത്തിയ ടെമ്പോ ഡ്രൈവറുടെ ബോഡിയും പോലീസ് ആംബുലൻസിലേക്ക് നീക്കി. തിമ്മക്കയുടെ കൂടെ വന്ന ഒരു കട്ട്ചേസ് സ്കോർപിയോയും ആളുകളും അവിടെ കാത്തുനിന്നിരുന്നു. തിമ്മക്കയും ഒരു വണ്ടിയിലെ അംഗരക്ഷകരും മടങ്ങിയിട്ട് അരമണിക്കൂറായി. ആംബുലൻസിൻ്റെ ഒപ്പം പോലീസ് വാഹനങ്ങളും കുന്നിറങ്ങി. ഏറ്റവും പിന്നിലായി കട്ട്ചേസ് സ്കോർപിയോയും. താഴെ നിന്നിരുന്ന ആളുകൾ പിറുപിറുത്തു. തിമ്മക്കയുടെ മറ്റു മക്കൾ വന്നില്ലല്ലോ, വരാതിരുന്നത് നന്നായി. റോബർട്ട്സൺ പേട്ട്. ഇരുനിലയിൽ തീർത്ത ഒരു ചതുര ബംഗ്ലാവ്. മതിലിനു പുറത്ത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ വിശാലമായ സ്ഥലം. ചുറ്റും യൂക്കാലിപ്സ് മരങ്ങൾ. മൈതാനം പോലെയുള്ള സ്ഥലത്തേക്ക് നൂറുകണക്കിന് ഓട്ടോകൾ ഇരച്ചു വന്നു തുടങ്ങി. യൂണിഫോം ധരിച്ച ഗാർഡുകൾ അവ നിരനിരയായി നിർത്താൻ നിർദ്ദേശിച്ചു. ഓട്ടോകൾ നിർത്തിയിറങ്ങിയ ഡ്രൈവർമാർ ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്ക് കയറി കാത്തുനിന്നു. ബംഗ്ലാവിനുള്ളിലെ വിശാലവും രാജകീയ പ്രൗഢി നിറഞ്ഞതുമായ ഹാളിൽ കൂട്ടിലടച്ച കരിമ്പുലിയെപ്പോലെ അസ്വസ്ഥയായി നടക്കുകയാണ് തിമ്മക്ക. അംഗരക്ഷകർ ഏതാജ്ഞയ്ക്കും കാത്തുനിൽക്കുന്നു. മുറിയിലെ 55 ഇഞ്ച് LG OLED കർവ്ഡ് ടിവിയിൽ ബ്രേക്കിംഗ് ന്യൂസായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കോളർ തങ്കത്തിൻ്റെ കൊലപാതകം. തിമ്മക്കയുടെ PA കട്ടാരി പാണ്ഡ്യൻ ഫോണുമായി അങ്ങോട്ട് വന്നു. അമ്മ, അവർ ഉടൻ പുറപ്പെടും, ഹെലികോപ്റ്ററിൽ. തിമ്മക്കയുടെ ബാക്കി 3 ആൺമക്കളെക്കുറിച്ചാണ് പറയുന്നത്. മുരളും പോലെയുള്ള മൂളലോടെ തിമ്മക്ക തലയാട്ടി. വരട്ടെ, അവൻ്റെ ശവത്തിനു മീതെ ഒരു പിടി മണ്ണിടാനെങ്കിലും. അവരുടെ പല്ലുകൾ പാറയുടയും പോലെ ചേർന്ന് ഞെരിഞ്ഞു. അമ്മ, കട്ടാരി പാണ്ഡ്യൻ പരുങ്ങലോടെ അറിയിച്ചു. ചീഫ് മിനിസ്റ്റർ മുതലുള്ള പ്രമുഖർ അനുശോചനം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. തിമ്മക്ക കൈ ഉയർത്തി. വേണ്ട, എൻ്റെ മോനെ ജീവനോടെ തരാൻ ഒരുത്തിനുമാവില്ലല്ലോ. പിന്നെ അവൻ്റെയൊക്കെ പൊള്ളയായ അനുശോചനം ആർക്കു വേണം? പെട്ടെന്ന് മറ്റൊരാൾ അടുത്തെത്തി. സൈനൈഡ് ഹില്ലിൽ നിന്ന് കിട്ടിയ സിം കാർഡ് പുതിയ ഫോണിലിട്ട് നോക്കിയമ്മേ. എന്നിട്ട് അവർ ആകാംക്ഷയോടെ തിരിഞ്ഞു. സിം മെമ്മറിയിൽ ആകെ 2 നമ്പറുകളേയുള്ളൂ. തിമ്മക്കയുടെ നെറ്റി ചുളിഞ്ഞു. ഒരു പക്ഷേ പുതിയ സിമ്മായിരിക്കും. ആ നമ്പറുകളിലേക്ക് വിളിച്ചു നോക്കിയോ? വിളിച്ചു, 2ലും കിട്ടുന്നില്ല. ഔട്ട് ഓഫ് കവറേജ്. ഹോ, തിമ്മക്കയിൽ അസ്വസ്ഥതയേറി. വിളിച്ചുകൊണ്ടിരിക്കണം ഓരോ നിമിഷവും. പിന്നെ സൈബർ സെല്ലിൽ വിളിച്ച് ആ 2 നമ്പറുകളും ട്രേസ് ചെയ്യാൻ പറയണം. ശരി. അടുത്ത നിമിഷം വാതിൽക്കൽ ഗാർഡുകളിൽ ഒരാൾ തല നീട്ടി. അമ്മ, ഓട്ടോക്കാർ വന്നിട്ടുണ്ട്. തിമ്മക്ക വാതിൽക്കലേക്ക് നീങ്ങി. ഗാർഡനിൽ നിറയെ ഓട്ടോ ഡ്രൈവർമാർ. വിശാലമായ സിറ്റൗട്ടിലേക്ക് അവർ ഇറങ്ങിയതും അവിടം നിശബ്ദമായി. എല്ലാ കണ്ണുകളും തിമ്മക്കയിലേക്ക്. തിമ്മക്കയുടെ പിന്നിൽ അംഗരക്ഷകർ നിരന്നു. അവരുടെ കണ്ണുകൾ ഓട്ടോക്കാരിലൂടെ തെന്നി നീങ്ങി. ഒറ്റ ചോദ്യം നിങ്ങളോട്. തിമ്മക്കയുടെ ചുണ്ടു ചലിച്ചു. നിങ്ങളിൽ ആരെങ്കിലും ഇന്നു വെളുപ്പിന് സൈനൈഡ് ഹില്ലിൽ പോയിരുന്നോ? പോയ ആൾ മാത്രം സംസാരിച്ചാൽ മതി. അവർ കാതോർത്തു. പക്ഷെ ആരും മിണ്ടിയില്ല. അപ്പോൾ ആരും പോയിട്ടില്ല. അവർ അർത്ഥഗർഭമായി തലയാട്ടി. പിന്നെ വിളിച്ചു, കട്ടാരി. കാര്യം മനസ്സിലാക്കിയ കട്ടാരി പാണ്ഡ്യൻ ഗാർഡുകൾക്ക് കണ്ണുകൾ കൊണ്ടൊരു ആജ്ഞ നൽകി. ഉടൻ അവർ പോക്കറ്റിൽ നിന്ന് ഹാൻഡ് ലെൻസുകൾ എടുത്ത് ഓട്ടോകൾക്കരികിലേക്ക് ചെന്നു. ലെൻസിൻ്റെ സഹായത്തോടെ അവർ ഓട്ടോകളുടെ ടയറുകൾ പരിശോധിച്ചു തുടങ്ങി. കട്ടകൾക്കുള്ളിൽ മണ്ണ് കത്തികൾ കൊണ്ട് ചുരുണ്ടി നോക്കി. 10 മിനിറ്റിനുള്ളിൽ കൈവെള്ളയിൽ ചുരുണ്ടിയിട്ട മണ്ണുമായി ഒരു ഗാർഡ് തിമ്മക്കയുടെ മുന്നിലെത്തി. ഈ ഓട്ടോ അവിടെ പോയിരുന്നമ്മേ. അയാൾ അതിൻ്റെ നമ്പർ വിളിച്ചു പറഞ്ഞു. ഉറപ്പാണോ? അതെ. തിമ്മക്കയുടെ കണ്ണുകൾ കത്തി. ആ ഓട്ടോ നീക്കിയിട്. ഗാർഡുകൾ അത് വഴിയുടെ അടുത്തേക്ക് നീക്കിയിട്ടു. ആരാ അതിൻ്റെ ഡ്രൈവർ? സൂചിമുനം പോലെ തിമ്മക്കയുടെ ശബ്ദം കോർത്തു. ഒരാൾ പരുങ്ങലോടെ മുന്നോട്ട് നീങ്ങി നിന്നു. പോയോടാ നീ അവിടെ? പോയി. അയാൾ അടിമുടി വിറച്ചു. പിന്നെന്താ നേരത്തെ ചോദിച്ചപ്പോൾ മിണ്ടാഞ്ഞത്? ഭയന്നിട്ടാ. തിമ്മക്ക തിരിഞ്ഞു. കട്ടാരി. അമ്മ. അയാൾ കൈ ഉയർത്തി ഗാർഡുകൾക്ക് അടുത്ത സിഗ്നൽ നൽകി. ഞൊടിയിടയിൽ അവർ ആ ഓട്ടോയെ പെട്രോളിൽ കുളിപ്പിച്ചു. കത്തിയ ഒരു തീപ്പെട്ടിക്കമ്പ് പറന്നു ചെന്ന് അതിൽ വീണു. ഓട്ടോയെ ഒരു തീഗോളം പൊതിഞ്ഞു. ഡ്രൈവർമാർ പകച്ച് പരസ്പരം നോക്കി. അമ്മ. കത്തുന്ന ഓട്ടോയുടെ ഡ്രൈവർ തിമ്മക്കയുടെ കാൽക്കിലേക്ക് കമിഴ്ന്നു വീണു. മാപ്പാക്കണം, കൊല്ലരുത്. പിന്നിൽ നിന്നിരുന്ന അംഗരക്ഷകരിൽ ഒരാൾ അവനെ പിടിച്ചുയർത്തി. നീ എന്തിനാ സൈനൈഡ് ഹില്ലിൽ പോയത്? ഒരു പെണ്ണിനെയും കൊണ്ട്. പെണ്ണോ? തിമ്മക്കയുടെ തലയ്ക്കുള്ളിൽ ഒരു ചുഴലി ഇരമ്പി. ഏതു പെണ്ണ്? അതറിയത്തില്ലമ്മ. ഒരു മലയാളി പെണ്ണ.
അവൻ തൊഴുകൈകളോടെ നിന്ന് വിറയ്ക്കുകയാണ്. ബംഗാർപേട്ടെന്ന തങ്കം സാറ് അവളുമായി കയറിയത്. തങ്കം സാറ് പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ എത്തിച്ചു. പെട്ടെന്ന് തിരിച്ചു പോയിക്കൊള്ളാനും അദ്ദേഹമാ എന്നോട് പറഞ്ഞത്. പെണ്ണ്, മലയാളി. ആ വാക്കുകൾ തിമ്മക്ക മനസ്സിലിട്ട് ചതച്ചു. കട്ടാരി, ഈ കോളാറിൽ എത്ര മലയാളികളുണ്ടെങ്കിലും അവരുടെ ബയോഡാറ്റ ഉൾപ്പെടെ ഉടൻ എനിക്ക് കിട്ടണം. തിമ്മക്ക കൽപ്പിച്ചു. ശരിയമ്മേ. കട്ടാരി പാണ്ഡ്യൻ പെട്ടെന്ന് ഫോണെടുത്തു. മുന്നിലുള്ളവർ ഒരു കേജിലേക്ക് കയറി നിൽക്കുന്നതും അത് ഭൂമിക്കുള്ളിലേക്ക് താണു പോകുന്നതും അമ്പരപ്പോടെയാണ് വിഷുജാല കണ്ടത്. അകലെ നിന്ന് നോക്കിയാൽ അങ്ങനെയൊരു സംവിധാനം അവിടെയുണ്ടെന്ന് തോന്നുമായിരുന്നില്ല. 15ഓളം പേരാണ് ഒരേ സമയത്ത് കേജിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നാഗരാജൻ മറ്റു തൊഴിലാളികൾക്ക് വിഷുജാലയെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. എൻ്റെ സഹോദരിയുടെ മകളാ, എൻ്റെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. അത് കേട്ടപ്പോൾ വിഷുജാലയുടെ മുഖം നാണത്താൽ അരണാഭമായി. ആളുകൾക്ക് അവളുടെ സൗന്ദര്യത്തിൽ ആരാധന തോന്നി. അവസാനം അവർ അടങ്ങുന്ന 15 പേർ കേജിലേക്ക് കയറി നിന്നു. അത് ഭൂമിയിലെ ഇരുണ്ട തുരങ്കത്തിലൂടെ താഴേക്ക് പോയി. വിഷുജാലയ്ക്ക് ഭീതി തോന്നി. അവൾ നാഗരാജന്റെ കയ്യിൽ അള്ളിപ്പിടിച്ചു. പേടിക്കണ്ട, അയാൾ അടക്കം പറഞ്ഞു. 2000 അടി താഴെ ഓക്സിജൻ കിട്ടുമോ അങ്കിളെ? അവളുടെ അടുത്ത പേടി അതായിരുന്നു. പിന്നെ മുഴുവൻ AC സംവിധാനമാണ്. ശക്തമായ കംപ്രസർ വഴിയാണ് അവിടെ വായു എത്തിക്കുന്നത്. തുരങ്കത്തിൽ നേർത്തൊരു മുരൾച്ചയും കേജിന്റെ കുലുക്കവും മാത്രം. കിണറിനേക്കാൾ എത്രയോ മടങ്ങ് താഴ്ചയുണ്ട്. അപ്പോൾ വെള്ളമുണ്ടാവില്ലേ? വിഷുജാല പിന്നെയും തിരക്കി. ഉണ്ടല്ലോ, അതൊക്കെ പമ്പ് ചെയ്ത് നീക്കും. പൊതുവെ മഴ കുറവായ കോളാറിൽ ശുദ്ധജല വിതരണത്തിനും ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പെട്ടെന്ന് കേജിന്റെ വേഗത കുറഞ്ഞു. അത് വിശാലമായ ഒരിടത്ത് നിന്നു. കുറച്ചുപേർ ഇറങ്ങി. അവിടെ വെളിച്ചമുണ്ടായിരുന്നു. വിഷുജാല ചുറ്റും നോക്കി. 4 ഭാഗത്തേക്കും കൂറ്റൻ തുരങ്കങ്ങൾ. അവയിൽ മീറ്റർ ഗേജ് ട്രെയിനുകൾക്ക് ഉപയോഗിക്കുന്ന തരം റെയിലുകൾ. വിശാലമായ ഭാഗത്ത് കോൺക്രീറ്റ് ടണലുകൾ, തൂണുകൾ. ചെറു വൈദ്യുതി ദീപങ്ങളാൽ അലങ്കൃതമായതുപോലെ ഭിത്തിയിൽ മഞ്ഞ തിളക്കം. ആ തിളങ്ങുന്നതൊക്കെ സ്വർണ്ണമാ മോളെ. നാഗരാജൻ പറഞ്ഞപ്പോൾ വിഷുജാലയുടെ വായ് പിളർന്നുപോയി. ഇത് 1ാമത്തെ സ്റ്റേജാ. ഇങ്ങനെ താഴേക്ക് അനേകം സ്റ്റേജുകളുണ്ട്, അയാൾ വിശദീകരിച്ചു. സ്വർണ്ണപ്പാറകളുള്ള ഭാഗങ്ങൾ തുറന്നു പോയതാണീ ടണലുകൾ. കിലോമീറ്ററുകളോളം നീളത്തിൽ. ചില ഭാഗങ്ങളിൽ സ്വർണ്ണത്തിളക്കമുള്ള പെയിന്റ് അടിച്ചതുപോലെ നീളത്തിൽ കനത്ത പ്രഭ കണ്ടു. അവിടെ പാളത്തിൽ ഒരു ട്രോളി കിടന്നിരുന്നു. ആളുകൾ അതിൽ കയറി നിന്നു. അവരുമായി ട്രോളി തുരങ്കത്തിലൂടെ പോയി മറിഞ്ഞു. ഒരു മുഴക്കം മാത്രം കേട്ടു. ആ ട്രോളിയിൽ തന്നെയാ പൊട്ടിച്ചെടുക്കുന്ന പാറകളും മണ്ണും കൊണ്ടുവരിക. നാഗരാജൻ പറഞ്ഞപ്പോഴേക്കും കേജ് പിന്നെയും താഴേക്ക് പോയി. 3 സ്റ്റേജുകളിൽ കൂടി തൊഴിലാളികളെ ഇറക്കി. അടുത്തത് അവരുടെ ഊഴമായിരുന്നു. കേജ് നിന്നപ്പോൾ വിസ്മയത്താൽ വിഷുജാലയുടെ മിഴികൾ വികസിച്ചു. ഒരു ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതുപോലെ. അവിടെ റെയിലുകളുണ്ട്, കോഫി ഹൗസുകളുണ്ട്, ഓഫീസ് റൂമുകളുണ്ട്, വാച്ചർമാരുണ്ട്. 2 തുരങ്കങ്ങളിൽ പഴയ ഓരോ കട്ട്ചേസ് ജീപ്പുകൾ. ഭിത്തികൾ മുഴുവൻ സ്വർണം. വൈദ്യുതി വെളിച്ചം അവയിൽ പതിച്ചപ്പോൾ ഒരു വലിയ സ്വർണ്ണക്കടയിൽ നിൽക്കുന്ന പ്രതീതി. ഓരോ സ്റ്റേജിലും പലയിടങ്ങളിലായി ഇത്തരം ഭാഗങ്ങളുണ്ട്. നാഗരാജൻ അവളെ നോക്കി. താൻ സങ്കല്പിക്കുക പോലും ചെയ്യാത്ത കാഴ്ചകളാണിതെന്ന് വിഷുജാല ഓർത്തു. ഭൂമിക്കടിയിൽ ഒരു സ്വർണ്ണ നഗരം. അവിടെ സ്വർണം പതിപ്പിച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ. സ്വർണം കണ്ടപ്പോൾ സ്ത്രീ സഹജമായ ഒരാഗ്രഹം അവളുടെ മനസ്സിലുണ്ടായി. നമുക്കതിൽ കുറച്ചെടുത്താലോ അങ്കിളെ? നാഗരാജൻ ചിരിച്ചു. എങ്കിൽ നേരെ പോകുന്നത് ജയിലിലേക്കായിരിക്കും. അവൾ പെട്ടെന്നോർത്തതുപോലെ അപ്പോൾ തിരക്കി. അങ്കിള് ആ ചത്ത എലിയെ കൊണ്ടുവന്നതെന്തിനാ? അയാൾ പെട്ടെന്ന് ചുണ്ടുകൾക്ക് മുകളിൽ വിരലമർത്തി മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. പിന്നെ ആരെങ്കിലും അത് കേട്ടോ എന്നറിയാൻ ഭീതിയോടെ ചുറ്റും നോക്കി. അപ്പോൾ ഇരമ്പലോടെ ഒരു ട്രോളി അവിടെ വന്നു. അതിൽ ചെറുതായി പൊട്ടിച്ചടുക്കിയ പാറക്കഷ്ണങ്ങൾ. സീബ്രയുടെ വരകൾ പോലെ. ചിലതിൽ സ്വർണം തിളങ്ങുന്നു, ചിലതിൽ മിന്നാമിന്നികൾ പോലെ. ഇതിനി എന്തു ചെയ്യും അങ്കിളെ? കൺവെയർ ബെൽറ്റ് വഴി ക്രഷർ യൂണിറ്റിലേക്ക് മാറ്റും. പിന്നെ അരച്ച് പൾപ്പ് രൂപത്തിലാക്കും. അതിനുശേഷം വലിയ ഇരുമ്പ് പൈപ്പുകൾ വഴി കൂറ്റൻ ഡ്രമ്മിലെത്തിച്ച് സൈനൈഡൈസേഷന് വിധേയമാക്കിയാണ് സ്വർണം വേർതിരിക്കുക. ആ നേരത്ത് സ്വർണം പ്ലാനലിൽ ഒട്ടിപ്പിടിക്കും. അത് വലിയ കട്ടകളായി മുറിച്ചു മാറ്റും. നാഗരാജൻ വിശദീകരിച്ചു. അപ്പോൾ പൾപ്പ് കൊണ്ടുപോകുന്ന ഇരുമ്പ് പൈപ്പിലും സ്വർണമുണ്ടാവില്ലേ? വിഷുജാലയുടെ ന്യായമായ സംശയം. പിന്നെ കോടിക്കണക്കിന് രൂപയുടേതുണ്ടാവും. ഇടയ്ക്കൊക്കെ അത് ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഫാക്ടറി നിർത്താൻ പോകുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ 2 പേർ അവിടേക്ക് നടന്നു വരുന്നത് കണ്ടു. ഒരു മധ്യവയസ്കനും യുവാവും. ആ മുന്നിൽ വരുന്നതാണ് ഞങ്ങളുടെ ഗ്യാങ്മാൻ അല്ലെങ്കിൽ ഏജന്റ്. മറ്റേത് ടീ ബോയ്. ടീ ബോയിയോ? അവൾക്ക് മനസ്സിലായില്ല. അതെ, ഒരു ഗ്യാങ്മാന് ഒരു ടീ ബോയ് ഉണ്ട്. ഹെൽപ്പറെന്നും പറയാം.
അയാൾ ഗാങ്മാന് പിന്നാലെ നടന്നോണം. ചായ ഉൾപ്പെടെ എല്ലാം കൊണ്ടു കൊടുക്കേണ്ടത് അവൻ്റെ പണിയാ. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ രീതി ഇന്നും തുടരുന്നു. നാഗരാജൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എന്താ നാഗരാജ? ഗാങ്മാൻ അവരുടെ അടുത്തെത്തി. സാബ്, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. ഇതൊക്കെ ഒന്ന് കാണാൻ നാട്ടിൽ നിന്ന് വന്നതാ. നാളെ കൂടി കഴിഞ്ഞാൽ ഒന്നിനും ആവില്ലല്ലോ. അയാളുടെ ഒച്ച പതറി. ശരി, താൻ പൊയ്ക്കോ. എല്ലാം ഞാൻ കാട്ടിക്കൊടുത്തോളാം. എങ്കിൽ മോളിവിടെ നിൽക്ക്. അയാൾ അവളോട് യാത്ര പറഞ്ഞു. അങ്കിൾ, ഇദ്ദേഹത്തിൻ്റെ ഭാഷ എനിക്കറിയില്ല, അവൾ ഓർമ്മിപ്പിച്ചു. എനിക്ക് മലയാളം അറിയാൻ കുട്ടി. പറഞ്ഞത് ഗാങ്മാനാണ്. വർഷങ്ങളായി ഇവരോട് സംസാരിക്കുന്നതല്ലേ ഞാൻ. വിഷുജാലയ്ക്ക് സന്തോഷമായി. നാഗരാജൻ കുറേ പണിക്കാർക്കൊപ്പം പോയി. ഗാങ്മാൻ കാണാതെ ടീബോയ് അവളെ ആർത്തിയോടെ നോക്കി. എത്ര സുന്ദരിയാണിവൾ, കടഞ്ഞെടുത്തതുപോലെ. സ്വർണ്ണപ്പാറകൾ നിറഞ്ഞ ഭിത്തിയിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നിയില്ല വിഷുജാലയ്ക്ക്. കുട്ടി വാ, എൻ്റെ ഓഫീസിലേക്ക് പോകാം. ഗാങ്മാൻ അവളെ ഒരു മുറിയിലേക്ക് നയിച്ചു. ടീബോയ് വെളിയിൽ നിന്നതേയുള്ളൂ. അതൊരു ചെറിയ മുറിയായിരുന്നു. അതിൻ്റെ ഭിത്തിയിലും സ്വർണം വെട്ടിത്തിളങ്ങി. അവളുടെ മുഖഭാവം കണ്ട് അയാൾ പറഞ്ഞു, നീ പോകുമ്പോൾ സ്വർണ്ണപ്പാറയുടെ ഒരു കഷ്ണം തന്നുവിടാൻ ഞാൻ. അയാൾ അവളുടെ വിടർന്നു തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി. വിഷുജാല ഒന്നും പറഞ്ഞില്ല. അവൾ സ്വർണ്ണപ്പാറയിൽ ഒന്ന് വിരൽ തൊട്ട് നോക്കി. അടുത്ത നിമിഷം അയാൾ മുറിയിലെ ലൈറ്റ് അണച്ചു. പിന്നെ ഒറ്റ കെട്ടിപ്പിടുത്തമായിരുന്നു. നിനക്ക് ഞാൻ പൊന്നു തരാം പകരം. എനിക്കൊരു മുത്തം മാത്രം മതി. മരവിച്ചു പോയി വിഷുജാല. ചിലന്തിയെപ്പോലെ അയാൾ അവളെ ചുറ്റുമുറുക്കിക്കഴിഞ്ഞിരുന്നു. അധ്യായം 4. വിഷുജാല സ്തബ്ധയായി. ഒരിക്കലും ഊഹിക്കാത്ത കാര്യം. ഗാങ്മാന്റെ ചുണ്ടുകൾ അതിനിടെ അവളുടെ കവിളത്തും കഴുത്തിലുമൊക്കെ അമർന്നു തുടങ്ങിയിരുന്നു. ഒരു നിമിഷത്തെ മരവിപ്പിന് ശേഷം പിടഞ്ഞുണർന്നു വിഷുജാല. സാർ, എന്താ ഇത്? ഒറ്റക്കുതിപ്പിൽ അവൾ അയാളുടെ കൈകളിൽ നിന്ന് മോചിതയായി. ടീബോയ് പുറത്ത് ഒരു കാവൽക്കാരനെ പോലെ നിൽപ്പുണ്ടായിരുന്നു. മിണ്ടരുത്. നായ കിതയ്ക്കും പോലെ അയാൾ കിതച്ചു. തുടർന്ന് കൽപ്പിച്ചു, നിനക്ക് ഞാൻ സ്വർണം തരാമെന്ന് പറഞ്ഞില്ലേ? മങ്ങിയ വെളിച്ചത്തിൽ അയാളുടെ കണ്ണുകൾ പൂച്ചയുടേതുപോലെ തിളങ്ങി. ശബ്ദത്തിൽ വികാരത്തിൻ്റെ തിരത്തള്ളൽ. എനിക്ക് വേണ്ട. വിഷുജാല ചീറി. അടുത്ത നിമിഷം ഗാങ്മാൻ ഗ്ലാസ് ഡോറിലൂടെ കണ്ടു. താഴെ വന്ന് നിൽക്കുന്ന കേജ്. അതിൽ നിന്ന് ചെയർമാനും വേറെ ചിലരും ഇറങ്ങുന്നു. ഗാങ്മാൻ ചകിതനായി. ആരോടെങ്കിലും ഈ വിവരം പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. നിന്നെ മാത്രമല്ല, നിന്റെ അങ്കിളിനെയും. മണ്ണിടിഞ്ഞു വീണ് നിങ്ങൾ മരിച്ചെന്നേ പുറംലോകം അറിയൂ. ബോഡി പോലും പുറത്തെടുക്കില്ല. വിഷുജാല ഉത്കടമായി നടുങ്ങി. ഓരോ ദിവസവും ഖനിത്തൊഴിലാളികളെ നിറകണ്ണുകളോടെയാണ് വീട്ടുകാർ യാത്രയയക്കുന്നതെന്ന് അവൾ ഓർത്തു. മടങ്ങിച്ചെല്ലുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ജോലി. ഗാങ്മാൻ പെട്ടെന്ന് ലൈറ്റിട്ടു. ഭിത്തികളിലും മുകൾ ഭാഗത്തും വീണ്ടും സ്വർണം മിന്നി. അവിടെ ഇരിക്ക്. അയാൾ കസേരയ്ക്ക് നേരെ കൈ ചൂണ്ടി. തളർന്നു വീഴും പോലെ വിഷുജാല കസേരയിലിരുന്നു. അവളുടെ പരിഭ്രമം അപ്പോഴും മാറിയിരുന്നില്ല. എസിയുടെ തണുപ്പിലും അവൾ വീർത്തു കുളിച്ചു. ചുരിദാറിൻ്റെ ഷാൾ ഉയർത്തി അവൾ മുഖവും കഴുത്തും തുടച്ചു. ചെയർമാനും അണ്ടർഗ്രൗണ്ട് ഏജന്റും മുറിയിലേക്ക് വന്നപ്പോൾ ഗാങ്മാൻ ഭവ്യതയോടെ നിന്നു. ഞാൻ ഇൻസ്പെക്ഷന് വന്നതാ. നാളെ ഇതെല്ലാം അടച്ചുപൂട്ടും മുൻപ് സർക്കാരിന് റിപ്പോർട്ട് നൽകണം. തവളയുടെ ശബ്ദത്തിൽ ചെയർമാൻ പറഞ്ഞു. അതിനിടെ അയാളുടെ നോട്ടം വിഷുജാലയിലേക്കായി. അവൾ എഴുന്നേറ്റ് നിന്നു. സാബ്. ഗാങ്മാൻ ചെയർമാന് മുന്നിൽ പൂച്ചയ്ക്ക് മുന്നിലെ എലിയായി. ചെയർമാൻ വിഷുജാലയോട് പറഞ്ഞു, കുട്ടി, ഞങ്ങളുടെ കൂടെ പോന്നോളൂ. എല്ലാം കണ്ടു മനസ്സിലാക്കാം. ഗാങ്മാന്റെ മുഖം മങ്ങി. ചെയർമാന്റെ ഉള്ളിലിരിപ്പ് അയാൾക്ക് മനസ്സിലായിരുന്നു. ചെയർമാനും അണ്ടർഗ്രൗണ്ട് ഏജന്റും വിഷുജാലയും കൂടി അവിടെ കിടന്നിരുന്ന ജീപ്പിൽ കയറി. റെയിലില്ലാത്ത ഒരു തുരങ്കത്തിലൂടെ അത് ഭീതിജന്യമായ ശബ്ദം പുറപ്പെടുവിച്ചു നീങ്ങി. ചെയർമാൻ അവളെ മുട്ടിയാണിരിക്കുന്നത്. സംശയങ്ങൾ ചോദിക്കാൻ കേട്ടോ? അയാൾ അവളോട് പറഞ്ഞു. എല്ലായിടത്തും ലൈറ്റുകളുണ്ട്. ഇപ്പോൾ ഒരു സ്വർണ്ണ ഗുഹയിലൂടെ പോകുന്ന അനുഭവം. ഈ ജീപ്പ് എങ്ങനെയാണ് സർ ഇവിടെ കൊണ്ടുവന്നത്? വിഷുജാല പതുക്കെ തിരക്കി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊണ്ടുവന്നതാ. ഒരുപക്ഷെ പാട്ടുകളായി കൊണ്ടുവന്ന് അസംബിൾ ചെയ്തതാവും. ഇപ്പോൾ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ച. അയാൾ വാചാലനായി. ഒരിടത്ത് തള്ളി നിൽക്കുന്ന ഒരു വലിയ പാറ കണ്ടു. അതിൽ ഡേഞ്ചർ എന്ന് ഇംഗ്ലീഷിൽ എഴുതി വച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇവിടം ഉപേക്ഷിച്ചു പോകുമ്പോൾ എഴുതി വെച്ചതാ ഇത്. ഒരുപക്ഷെ ഇത് പൊട്ടിച്ചാൽ മുകൾ ഭാഗം മുഴുവൻ താഴേക്ക് അടർന്നു പതിച്ചേക്കാം. അല്ലെങ്കിൽ ഇത് മുഴുവൻ സ്വർണമായിരിക്കാം. ഒന്ന് നിർത്തിയിട്ട് ചെയർമാൻ തുടർന്നു. നമ്മൾ ഭാരതീയർ എടുക്കാതിരിക്കാൻ വേണ്ടി അവർ എഴുതി വച്ചിട്ട് പോയതുമാവാം. എന്തായാലും നിജസ്ഥിതി മനസ്സിലാക്കാൻ അടുത്തു തന്നെ ഒരു ഓസ്ട്രേലിയൻ കമ്പനിക്കാർ വരുന്നുണ്ട്. തുരങ്കത്തിലെ മുഴക്കവും അയാളുടെ വൃത്തികെട്ട ശബ്ദവും കൂടി ചേർന്നപ്പോൾ വിഷുജാലയ്ക്ക് വല്ലായ്മ തോന്നി. അവളുടെ കാതിൽ പറയുന്നത് പോലെയാണ് അയാൾ സംസാരിക്കുന്നത്. തുരങ്കത്തിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപം കൊണ്ടിരുന്നു. ചില ഭാഗങ്ങളിൽ മണ്ണും പാറയും ഇടിഞ്ഞു വീഴാതിരിക്കാൻ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്.
ചെയർമാൻ അവൾക്ക് എല്ലാം കാട്ടിക്കൊടുത്തു. മൈനിങ് നടക്കുന്ന സ്ഥലം, കൺവെയർ ബെൽറ്റ് വഴി പാറക്കഷ്ണങ്ങൾ ക്രഷർ യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അയാളുടെ അമിതമായ സ്വാതന്ത്ര്യമായിരുന്നു അവളുടെ ബുദ്ധിമുട്ട്. റോബർട്ട്സൺ പേട്ട്. തിമ്മക്കയുടെ ബംഗ്ലാവിൻ്റെ മതിൽക്കെട്ടിന് പുറത്തെ ഓട്ടോകളെല്ലാം തിരിച്ചുപോയിരുന്നു. ഇപ്പോൾ അവിടെ മുന്തിയ വാഹനങ്ങൾ നിറഞ്ഞു തുടങ്ങി. MP-മാർ, മന്ത്രിമാർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി കോലാർ ജില്ലയിലെ സമ്പന്നരും ഉദ്യോഗസ്ഥ പ്രമുഖരുമെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ വിൽന ട്രീറ്റ്സ് ജീപ്പിൽ രുദ്രേഷ് ഗൗഡയും എത്തി. ചതുര ബംഗ്ലാവിൻ്റെ വിശാലമായ മുറ്റത്ത് പന്തൽ കെട്ടിയിരുന്നു. അതിനടിയിൽ വെള്ള വിരിച്ച് റോസാപ്പൂക്കൾ വിതറിയ ഒരു മേശ, തലയ്ക്കൽ എണ്ണയും തിരിയുമിട്ട് കത്തിക്കാത്ത ഒരു നിലവിളക്ക്. രുദ്രേഷ് ഗൗഡ ബംഗ്ലാവിനുള്ളിലെത്തി. അവിടെ പ്രമുഖർക്ക് മുൻപിൽ ഇപ്പോഴും കത്തുന്ന തീപ്പന്തം പോലെയുണ്ടായിരുന്നു തിമ്മക്ക. ഒരു തുള്ളി കണ്ണീർ പോലും ആ കണ്ണുകളിൽ നിന്ന് ഇതുവരെ ഏറ്റുവീണിട്ടില്ല. തിമ്മക്ക, നിന്റെ ബാക്കി മക്കളൊന്നും എത്തിയില്ലേ? രുദ്രേഷ് ഗൗഡ അവരെ നോക്കി. ഇല്ലെന്ന ഭാവത്തിൽ അവർ തലയാട്ടി. ഉടൻ വരും. അടുത്ത നിമിഷം ഒരു ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേട്ടു. അത് അടുത്തു വരികയാണ്, വളരെ താഴ്ന്ന്. അതിൻ്റെ ശബ്ദം കാതടുപ്പിക്കുന്നതായി. കാറ്റിൽ മാവുകളും യൂക്കാലിപ്സ് മരങ്ങളും ആടിയുലഞ്ഞു. പന്തലിട്ട ടാർപോളിനും മേശപ്പുറത്ത് വിതറിയ റോസാപ്പൂക്കളും ഇളകിയുയർന്നു. ബംഗ്ലാവിൻ്റെ മുകളിലൂടെ ഹെലികോപ്റ്റർ പോയി. അവർ വന്നു. കൂട്ടത്തിൽ ആരോ പിറുപിറുത്തു. BEML, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ഹെലിപ്പാഡ്. ആടിയുലയുന്ന വൃക്ഷങ്ങൾക്ക് മുകളിലൂടെ കൂറ്റൻ തുമ്പിയെപ്പോലെ ഹെലികോപ്റ്റർ താണുവന്നു. അവിടെ ഒരു പോലീസ് പജേറോയും 20 കോടി രൂപ വിലയുള്ള അസ്റ്റൺ മാർട്ടിൻ 177 കാറും കിടപ്പുണ്ടായിരുന്നു. ചുറ്റും പൊടിപടലങ്ങൾ ഉയരുന്നതിനിടയിൽ ഹെലികോപ്റ്റർ തറയിലമർന്നു. പോലീസുകാർ കണ്ണുപൊത്തി. ഹെലികോപ്റ്ററിൻ്റെ പ്രൊപ്പല്ലറിൻ്റെ വേഗത കുറഞ്ഞു തുടങ്ങി. അതിൻ്റെ ഡോർ തുറന്ന് ഓരോരുത്തരായി 3 പേർ താഴേക്ക് ചാടി. ഒത്ത ഉയരവും വണ്ണവുമുള്ള 3 ചെറുപ്പക്കാർ. മൂവർക്കും ഒരേ വേഷം, കറുത്ത ജീൻസും മഞ്ഞ ഷർട്ടും. അതിനു മുകളിൽ ബാർബറയുടെ ബ്രാഡ്ഫോർഡ് ലൈറ്റ് വെയ്റ്റ് ബ്ലാക്ക് ജാക്കറ്റും ഒലിവ് സ്പെൻസറിൻ്റെ പിൻടെക് ഷൂസുകൾ. മുഖത്ത് പ്രാഡ റബ്ബർ മാർക്സ്, 60mm സൺഗ്ലാസുകൾ. ഹെലികോപ്റ്ററിൻ്റെ പ്രൊപ്പല്ലറിനടിയിലൂടെ തലകുനിച്ച് അവർ ഓടിവന്നു. പോലീസുകാർ അസ്റ്റൺ മാർട്ടിൻ്റെ ഡോറുകൾ തുറന്നുകൊടുത്തു. ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. മൂവരും കയറി. ഡോറുകൾ അടഞ്ഞു. തുടർന്ന് ഇടിമിന്നൽ പോലെ ആ കറുത്ത കാർ പാഞ്ഞു. പിന്നാലെ പോലീസും. ഉയർന്നു വന്നതിൻ്റെ എതിർദിശയിലൂടെ ഹെലികോപ്റ്റർ തിരിച്ചുപോയി. തിമ്മക്കയുടെ ബംഗ്ലാവിന് മുന്നിൽ അസ്റ്റൺ മാർട്ടിൻ ബ്രേക്കിട്ടു. ഗാർഡുകൾ ഓടിവന്ന് ഡോർ തുറന്നു. അതിൽ നിന്നും ചെറുപ്പക്കാർ കുതിച്ചിറങ്ങി. തിമ്മക്കയുടെ ശേഷിക്കുന്ന 3 ആൺമക്കൾ, ബസന്തരാജ്, പുട്ടരാജ്, ചൗഡയ്യ. കോളാർ തങ്കത്തിൻ്റെ മൂത്ത സഹോദരനാണ് ബസന്തരാജ്. പുട്ടരാജും ചൗഡയ്യയും അനുജന്മാർ. മൂവരെയും കണ്ട് ശവസംസ്കാര ചടങ്ങിനെത്തിയവർ എഴുന്നേറ്റു. അവർ പക്ഷേ ആരെയും ശ്രദ്ധിച്ചില്ല. അകത്തേക്ക്. അമ്മ. വാതിൽക്കലെത്തിയ മൂവരും ഒന്നിച്ചു വിളിച്ചു. തിമ്മക്ക വെട്ടിത്തിരിഞ്ഞു. അവനെ കിട്ടിയോ അമ്മേ? നമ്മുടെ തങ്കത്തെ കൊന്നവനെ? ചോദിച്ചത് ചൗഡയാണ്. ഇല്ലടാ, പക്ഷേ ഉടൻ കിട്ടും. തിമ്മക്കയുടെ പല്ല് ഞെരിഞ്ഞു. പിന്നെ തുടർന്നു. എൻ്റെ തങ്കം ചത്തിട്ടും ഒരിറ്റ് കണ്ണീർ പോലും വീഴ്ത്താതെ ഞാൻ കാത്തു നിൽക്കുന്നത് ആ കൊലയാളിക്ക് വേണ്ടിയാ. അതാരായാലും അവനെ അല്ലെങ്കിൽ അവളെ കൊന്നു ഞാൻ നഗരപ്രദക്ഷിണം നടത്തും. അത് കഴിഞ്ഞ് എൻ്റെ മോനു വേണ്ടി ഈ കണ്ണുകൾ നനയ്ക്കൂ. കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ വന്ന ആ വാക്കുകൾ കേട്ട് അവിടെയിരുന്ന സകലരും കിടുങ്ങി. തിമ്മക്ക ഇരുമ്പല്ല, ഉരുക്കാണെന്ന് അവർക്ക് തോന്നി. പറയുന്നതെന്തും ചെയ്യുന്നവൾ. ദാ നോക്ക്. തിമ്മക്ക പുറത്തേക്ക് കൈ ചൂണ്ടി. എല്ലാവരും അവിടേക്ക് തിരിഞ്ഞു. റോഡിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു ലോറി. അതിൽ 2 തൂണുകൾ കെട്ടിയുറപ്പിച്ചിരിക്കുന്നു. മുകളിൽ കുറുകയും ഒരു വലിയ തടി. അതിനു മധ്യത്തിൽ ആരാച്ചാരുടെ കുരുക്ക് പോലെ തൂക്കിയിട്ടിരിക്കുന്ന കയർ. തിമ്മക്കയുടെ ശബ്ദം ചീറി. ആ കുരുക്കിൽ കിടന്ന് പിടയും കൊലയാളി. സൈനൈഡ് ഹില്ലിൽ വച്ചാവും ശിക്ഷ. എന്നിട്ട് അതേ രൂപത്തിൽ നഗരപ്രദക്ഷിണം. ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാർക്കോ പോലീസുകാർക്കോ എൻ്റെ പേരിൽ കേസെടുക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ പറ. എല്ലാവരും മുഖാമുഖം നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. തിമ്മക്കയുടെ PA കട്ടാരി പാണ്ഡ്യൻ ഓടി വന്നു. അമ്മ കൊണ്ടുവരുന്നുണ്ട്. തിമ്മക്കയുടെ മിഴികൾ ഒരു മാത്രം നിശ്ചലമായി. പുറത്ത് ആംബുലൻസിൻ്റെ സൈറൺ കേട്ടു. മുറ്റത്തെ പന്തലിലിരുന്നവർ ചാടി എഴുന്നേറ്റു. റോഡിൽ കടൽ പോലെ ജനമിരമ്പി. ആംബുലൻസിൽ നിന്ന് സ്വർണം പൂശിയ ശവപ്പെട്ടി മുറ്റത്തെ പന്തലിലേക്ക് എടുക്കപ്പെട്ടു. പിന്നെ അലങ്കരിച്ച മേശപ്പുറത്ത് വെച്ച് തുറന്നു. ബസന്തരാജും പുട്ടരാജും ചൗഡയെയും കണ്ടു. തങ്ങളുടെ സഹോദരൻ്റെ വിറങ്ങലിച്ച ശരീരം. വെറും തങ്കമായിരുന്ന അവൻ കോളാർ തങ്കമായത് ബുദ്ധിയും ശക്തിയും ചങ്കൂറ്റവും കൊണ്ടായിരുന്നു. എന്തിനേയും നേരിടാനും തരിപ്പണമാക്കാനുമുള്ള സാമർഥ്യം അവനുണ്ടായിരുന്നു. അവനാണിന്ന് കേവലം തെരുവ് പട്ടിയെപ്പോലെ
മൂവർക്കും അത് താങ്ങാനായില്ല. കണ്ണുകളിൽ നിന്ന് വലിയ തുള്ളികൾ അടർന്ന് തങ്കത്തിൻ്റെ മുഖത്ത് വീണ് ചിതറി. തിമ്മക്ക മാത്രം പുറത്തേക്ക് വന്നില്ല. എനിക്ക് കാണണ്ട, ഞാൻ അവനെ അവസാനമായി കണ്ടതാ അങ്ങ് സൈനൈഡ് ഹില്ലിൽ വെച്ച്, അവർ തീർത്തു പറഞ്ഞു. പെട്ടെന്ന് ആളുകൾക്കിടയിൽ ഒരു മർമ്മരം. ഒപ്പം അവർ ഇരുവശത്തേക്കും മാറി. തിമ്മക്കയും ആൺമക്കളും ഒപ്പം നിന്നിരുന്ന രുദ്രേഷ് ഗൗഡയും അങ്ങോട്ട് നോക്കി. അവരുടെ മുഖം മുറുകി. മുടന്തി വരുന്ന ഒരാൾ. വെള്ളമുണ്ടും ഷർട്ടുമാണ് വേഷം. നീട്ടി വളർത്തിയ പഞ്ഞി പോലെ നരച്ച താടിയും മുടിയും. കണ്ണടയ്ക്കുള്ളിൽ തിളങ്ങുന്ന നീലക്കണ്ണുകൾ. കലിംഗറാവു, ഒരു കാലത്ത് KGF-ലെ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരൻ. സൈനൈഡൈസേഷന് ഇരുമ്പ് പൈപ്പുകളിലൂടെ ഒഴുക്കുന്ന സ്വർണ്ണപ്പാറയുടെ പൾപ്പ്. പൈപ്പിൽ ദ്വാരമുണ്ടാക്കി അത് ടാങ്കർ ലോറികൾക്കുള്ളിൽ നിറച്ചു കടത്തുകയായിരുന്നു രീതി. ഒരിക്കൽ പിടിവീണു. അതിനു പിന്നിൽ തിമ്മക്കയുടെയും രുദ്രേഷ് ഗൗഡയുടെയും ഗ്രൂപ്പുകളായിരുന്നു. കലിംഗറാവു അകത്തായതോടെ അയാളുടെ സാമ്രാജ്യം അവർ ഇരുവരും പങ്കിട്ടെടുത്തു. അന്നു തുടങ്ങി കലിംഗറാവുമായുള്ള യുദ്ധം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കലിംഗറാവു മുടന്തനായിരുന്നു. പക്ഷേ അതിൻ്റെ 3-ാം നാൾ ജയിൽ സൂപ്രണ്ട് ക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്തു. ഇന്നും കലിംഗറാവു വൃദ്ധസിംഹം തന്നെ. അയാൾക്കൊപ്പം ഏവരും ഭയക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. അയാളുടെ വിശ്വസ്തനും സൈന്യാധിപനുമായ കുരങ്ങ് കൃഷ്ണ. ഇരുവരും കോളർ തങ്കത്തിൻ്റെ ബോഡി നോക്കി ഒരു നിമിഷം നിന്നു. കലിംഗറാവു മന്ത്രിച്ചു. മർമ്മം അറിയാവുന്നവന് ആയുധമായി ഒരു മുട്ടുസൂചി മതി. ബസന്തരാജും രുദ്രേഷ് ഗൗഡയും മറ്റും അത് കേട്ടെങ്കിലും മിണ്ടിയില്ല. കലിംഗറാവു പിന്നോട്ട് കൈനീട്ടി. കുരങ്ങ് കൃഷ്ണ അതിലേക്ക് രക്തറോസാപ്പൂക്കൾ നിറച്ച ഒരു റീത്ത് വെച്ചു കൊടുത്തു. അയാൾ അത് തങ്കത്തിൻ്റെ നെഞ്ചിൽ വെച്ച് ഒരു നിമിഷം കണ്ണടച്ചു നിന്നു. പിന്നെ ആരെയും ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നടന്നു. പിന്നിൽ ഞെരിഞ്ഞമരുന്ന പല്ലുകളുടെ ശബ്ദം കേട്ടപ്പോൾ ആ ചുണ്ടിൽ ഒരു പുഞ്ചിരിയൂറി. 4 മണി കഴിഞ്ഞപ്പോൾ വിശ്വജാല ചെയർമാൻ്റെ ഒപ്പം സ്വർണ്ണഖനിയിൽ നിന്ന് മടങ്ങി. ഉച്ചയ്ക്ക് അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തതും അയാളാണ്. ഒന്നും ഗ്യാങ്മാന് ഇഷ്ടപ്പെടുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അങ്കിൾ വന്നിട്ട് മടങ്ങിക്കൊള്ളാം എന്നവൾ പറഞ്ഞെങ്കിലും ചെയർമാൻ സമ്മതിച്ചില്ല. വിസിറ്റേഴ്സിന് ഒരിക്കലും ഇത്രയും സമയം അനുവദിക്കുകയോ ഇത്രയും ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുകയോ ചെയ്യാറില്ല. പക്ഷേ നിന്നോട് പ്രത്യേകിച്ചൊരു താല്പര്യം തോന്നിയതുകൊണ്ടാ ഞാനത് ചെയ്തത്. സാരമില്ല, നാഗരാജൻ മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ചു പോകാം. അതുവരെ നിനക്കെൻ്റെ ഓഫീസ് റൂമിലിരിക്കാം. അയാൾക്കൊപ്പം പോരുകയെ അവൾക്ക് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. വെളിയിൽ വന്നപ്പോൾ അയാൾ അവളെ കുറച്ചകലെയുള്ള ക്രഷർ യൂണിറ്റിനരികിലേക്ക് കൊണ്ടുപോയി. ഭൂമിക്കടിയിൽ നിന്ന് കൺവെയർ ബെൽറ്റ് വഴി പാറക്കഷ്ണങ്ങൾ ക്രഷർ യൂണിറ്റിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇതെവിടേക്കാണ് സാർ പോകുന്നത്? അവൾ തിരക്കി. അകലെ ഒരു വലിയ ടാങ്ക് കണ്ടോ? അയാൾ കൈ ചൂണ്ടി. കണ്ടു സർ. യെസ്, അതിൽ വെച്ചാണ് പൾപ്പ് സൈനൈഡൈസേഷൻ നടത്തി സ്വർണം വേർതിരിക്കുന്നത്. ഈ പൈപ്പിൻ്റെ കാര്യമാവും അങ്കിൾ പറഞ്ഞതെന്ന് അവൾ ഓർത്തു. ഒരുപാട് സ്വർണം ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൈപ്പ്. വരൂ പോകാം. മാനേജറുടെ ശബ്ദം അവളുടെ ചിന്തയെ മുറിച്ചു. 6 മണി. തൊഴിലാളികൾ ഭൂമിക്കടിയിൽ നിന്ന് മുളച്ചു വരുന്നതുപോലെ കേജിലൂടെ പുറത്തെത്തി തുടങ്ങി. ചെയർമാൻ്റെ മുറിയിൽ അത് നോക്കിയിരിക്കുകയാണ് വിശ്വജാല. ആളുകൾ തിടുക്കത്തിൽ മടങ്ങിക്കൊണ്ടിരിക്കുന്നു. അവളുടെ കണ്ണുകൾ നാഗരാജനെ തിരഞ്ഞു. പെട്ടെന്ന് ആ മുറി ഒന്ന് കുലുങ്ങിയതുപോലെ തോന്നി. 2-3 സെക്കൻഡ് മാത്രം. മൈ ഗോഡ്! ചെയർമാൻ ചാടി എഴുന്നേറ്റു. എന്താ സാർ? വിശ്വജാലയ്ക്ക് പരിഭ്രമമായി. നത്തിങ്. അയാൾ പുറത്തേക്കിറങ്ങി. സെൽഫോൺ എടുത്ത് അയാൾ ആരെയോ വിളിക്കുന്നത് അവൾ കണ്ടു. ഖനിയിൽ നിന്ന് പുറത്തു വന്ന ആളുകളിലും പരിഭ്രമം. അവർ കേജിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു. കേജിൻ്റെ ഉരുക്കുവടം മുറുകുന്നത് വിശ്വജാല കണ്ടു. അപ്പോൾ കേജ് ഉയർന്നു വന്നു. അതിൽ നിന്നിറങ്ങിയവർ അകലേക്ക് ഓടിമാറി. വിശ്വജാലയും പുറത്തേക്ക് ചെന്നു. എന്താണെന്ന് പറ സാർ. ചെയർമാൻ തിരിഞ്ഞ് അവളെ നോക്കി. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. പക്ഷേ അതിവിടെ പതിവുള്ളതാണ്. എർത്ത് ക്വേക്ക്. മൈനിങ് പോയിന്റിലും ടണലിലും എവിടെയൊക്കെയോ പാറ അടർന്നു വീണിട്ടുണ്ട്. വിശ്വജാല വിറച്ചുപോയി. സർ, ആർക്കെങ്കിലും കുഴപ്പം? രാവിലെ തൊഴിലാളികളെ യാത്രയാക്കിയ കുടുംബാംഗങ്ങളുടെ ചിത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ഉണ്ടാവാം. ചെയർമാൻ കേജിന് നേരെ ഓടി. വിശ്വജാല ചലനമറ്റു നിന്നു. നാഗരാജൻ അങ്കിൾ. അധ്യായം 5. കാറ്റ് പിടിച്ച മരം പോലെ വിശ്വജാലയിൽ ഒരു വിറയൽ ബാധിച്ചു. മണ്ണും പാറയും ഇടിഞ്ഞമർന്നതിനിടയിൽ നാഗരാജൻ അങ്കിൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പുറത്ത് കുരുങ്ങിപ്പോയാൽ. വിശ്വജാലയ്ക്ക് തല കറങ്ങി. ആരോട് ചോദിക്കാനാണ്? അല്ലെങ്കിൽ തന്നെ ഭൂമിക്കടിയിൽ എന്തു നടന്നെന്ന് പുറത്തുള്ളവർക്ക് എങ്ങനെ അറിയാൻ കഴിയും? അവളുടെ കണ്ണുകൾ കേജ് വരുന്ന ഭാഗത്തേക്ക് നീണ്ടു ചെന്നു. ചെയർമാൻ അവിടെ നിൽക്കുന്നതേയുള്ളൂ. അടുത്ത നിമിഷം കേജ് ഒരിക്കൽ കൂടി ഉയർന്നു വന്നു. അതിൽ കപ്പാസിറ്റിയിലധികം ആളുകളുണ്ടായിരുന്നു. തിടുക്കത്തിൽ എല്ലാവരും ഇറങ്ങി. അക്കൂട്ടത്തിൽ വിശ്വജാല കണ്ടു നാഗരാജൻ. അങ്കിളെ. കരഞ്ഞുകൊണ്ട് അവൾ ഓടിച്ചെന്നു.
അങ്കിളിന് ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ല. അപ്പോഴും നാഗരാജന്റെ കിതപ്പടങ്ങിയിട്ടില്ല. എല്ലാം ഇടിഞ്ഞു താഴുന്നതുപോലെയാ തോന്നിയത്. ഒരു വിധത്തിൽ ഓടി കേജിൽ കയറി. അയാൾ ശ്വാസം വലിച്ചുവിട്ടു. പക്ഷേ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ എൻ്റെ ഫോൺ പോയി. നീ വാ, പോകാം. അയാൾ നടന്നു കഴിഞ്ഞു. പിന്നാലെ അവളും. ഒത്തിരി പേർക്ക് അപകടം പറ്റിയോ അങ്കിളെ? അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. മടങ്ങിപ്പോരുന്നവരുടെ പേരുകൾ അവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. എത്ര പേർ അകത്തുണ്ടെന്ന് പിന്നീടറിയാം. തികച്ചും നിർവികാരമായിരുന്നു അയാളുടെ ശബ്ദം. ഇതിവിടെ പതിവാ മോളെ. അയാളുടെ കാലുകൾക്ക് വേഗതയേറി. വേഗം പോണം. ആ രുദ്രേഷ് ഗൗഡ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓർക്കുമ്പോൾ തന്നെ നാഗരാജന് ചങ്കിടിപ്പേറുകയാണ്. ഇരുവരും 5 ലൈറ്റ്സ് ജംഗ്ഷനോടടുത്തു. ആദ്യം നോക്കിയത് വീട്ടുമുറ്റത്തേക്കാണ്. ഗൗഡയുടെ വിൽനർ ട്രീറ്റ്സ് ജീപ്പ് അവിടെയുണ്ടോ? ഇല്ല. നാഗരാജൻ ആശ്വാസപൂർവ്വം നിശ്വസിച്ചു. അയാളുടെ കയ്യിലിരുന്ന സഞ്ചിയിൽ എന്തിൻ്റെയോ ഒരു ദുർഗന്ധം വിഷുജാലയ്ക്ക് അനുഭവപ്പെട്ടു. അവർ വീട്ടിലെത്തി. മുറ്റത്തു തന്നെ വനജയും പെൺമക്കളും ഉണ്ടായിരുന്നു. ഗൗഡ വന്നില്ലല്ലോ അല്ലേ? നാഗരാജൻ ഭാര്യയോട് ആദ്യം തിരക്കിയത് അതാണ്. ഇല്ല. നാഗരാജൻ ഒന്നും മൂളി. ഖനിയിലെ അപകടം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഓരോ വീട്ടുകാരും മുറ്റത്ത് തങ്ങളുടെ ഭർത്താവിനെയോ അച്ഛനെയോ സഹോദരനെയോ ഒക്കെ പ്രതീക്ഷിച്ച് പരിഭ്രമത്തോടെ നിൽക്കുന്നു. മടങ്ങിയെത്തുന്നവരോട് വിവരം തിരക്കുന്നുമുണ്ട്. ഒരുപക്ഷെ തങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിക്കടിയിൽ ഉറ്റവരുടെ മൃതദേഹങ്ങൾ ഉണ്ടായേക്കാം എന്ന ചിന്ത അവരെ നടുക്കി. നാഗരാജൻ ആർക്കും മുഖം കൊടുക്കാതെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഖനിക്കുൾവശം എങ്ങനെയുണ്ടായിരുന്നു വിശ്വച്ചി? ആശ അവളെ നോക്കി. ഹോ, ഭയങ്കരം. എന്തു സ്വർണ്ണമാ അവിടെ! പറഞ്ഞുകൊണ്ട് അവളും അകത്തേക്ക് നീങ്ങി. മുറിയിൽ വിചിത്രമായ ഒരു കാഴ്ചയാണ് വിശ്വജാലയെ എതിരേറ്റത്. നിവർത്തിയിട്ട ഒരു പ്ലാസ്റ്റിക് ഷീറ്റിനു മുകളിൽ വെച്ച് നാഗരാജൻ പഴുത്തു നാറുന്ന എലിയെ പിളർത്തുകയാണ്. നേരത്തെ അതിന്റെ വയർ കീറിയിരുന്നു എന്നവൾക്ക് തോന്നി. വിശ്വജാലയുടെ പുരുകം വളഞ്ഞു. എലിയുടെ ഉള്ളിൽ നിന്ന് ചെറിയ പാറക്കഷ്ണങ്ങളും പൊടിയും പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് തട്ടിയിട്ടു നാഗരാജൻ. ആ പൊടിയിലും പാറക്കഷ്ണങ്ങളിലും സ്വർണ്ണത്തിളക്കം കണ്ട് വിശ്വജാല അന്താളിച്ചു. പിന്നാലെ എത്തിയ അപൂർവ അവളുടെ കാതിൽ മന്ത്രിച്ചു. ഇത്തിരി സ്വർണം ഖനിയിൽ നിന്ന് കടത്താൻ ഇതാണ് മാർഗം വിശ്വച്ചി. വിശ്വജാലയ്ക്ക് മനസ്സിലായില്ല. അപൂർവ ശബ്ദം താഴ്ത്തി വിശദീകരിച്ചു. അച്ഛനിവിടുന്ന് രാവിലെ കൊണ്ടുപോയ എലിയില്ലേ, അതിനെ മറ്റാരും കാണാതെ ഖനിയിൽ എവിടെയെങ്കിലും ഇടും. പിന്നെ അണ്ടർഗ്രൗണ്ട് ഏജന്റിനെ കാണിക്കും. അയാൾ പറയും വൈകിട്ട് പോകുമ്പോൾ പുറത്തു കളഞ്ഞേക്കാൻ. അച്ഛൻ ആരും കാണാതെ അതിന്റെ വയറ് കീറി അവശിഷ്ടങ്ങളൊക്കെ നീക്കും. പിന്നെ അതിൽ ഈ സാധനങ്ങൾ വാരി നിറച്ച് മുട്ടുസൂചി കൊണ്ട് കുത്തിക്കെട്ടും. പോരുമ്പോൾ കളയാനെന്ന ഭാവത്തിൽ കൊണ്ടുപോരുകയും ചെയ്യും. മിഴിച്ചു നിൽക്കുകയാണ് വിശ്വജാല. അത്രയും താഴെ എലി ചെല്ലുമെന്ന് കരുതുമോ അവൾ തർക്കിച്ചു. പിന്നെ അടുത്തു വന്ന് ആശ ചിരിച്ചു. മനുഷ്യൻ പോകുന്നിടത്തൊക്കെ എലിയും എത്തുമല്ലോ, പ്രത്യേകിച്ച് മണ്ണിനടിയിൽ. ശരിക്കും അവിടെ എലികൾ ചെല്ലാറുണ്ട് ചേച്ചി. പല തൊഴിലാളികളും ഇതുപോലെ ചെയ്യാറുമുണ്ട്. എലിയുടെ നാറ്റം കാരണം വിശ്വജാല മൂക്കുപുത്തി. ഇതിനി എവിടെ വിൽക്കും? അതൊക്കെ വാങ്ങാൻ പുറത്താളുണ്ട്. പെട്ടെന്നാണ് വീട്ടുമുറ്റത്തേക്ക് ചന്ദ്രപ്പൻ കിടാവ് പാഞ്ഞെത്തിയത്. നാഗരാജ, അയാൾ ഉറക്കെ വിളിച്ചു. ഓ! അയാൾ പെട്ടെന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് ഒതുക്കി വെച്ചിട്ട് പുറത്തേക്ക് ചെന്നു. അറിഞ്ഞോ വിശേഷം? രുദ്രേഷ് ഗൗഡയുടെ ജീപ്പിൽ ടിപ്പർ ലോറി ഇടിച്ചു. എന്നിട്ട്? നാഗരാജന് ആകാംക്ഷയായി. അയാൾ ആശുപത്രിയിലാ. കൂടുതലൊന്നും അറിയത്തില്ല. പക്ഷെ ആരോ മനഃപൂർവ്വം ലോറി ഇടിപ്പിച്ചതാണെന്ന അടക്കം പറച്ചില്. നാഗരാജന് ഇത്തിരി ആശ്വാസം തോന്നി. ഒരുപക്ഷെ രുദ്രേഷ് ഗൗഡ തന്നെ തേടി വരുന്ന വഴിയാവും അത് സംഭവിച്ചത്. ഏതായാലും തന്നെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ ഒരു കളിയാണിതെന്ന് അയാൾ വിശ്വസിച്ചു. വസന്തനഗർ കാമധേനു ഹോസ്പിറ്റൽ. ബെഡിന്റെ ഹെഡ് റെസ്റ്റിലേക്ക് ഒരു തലയണ വെച്ച് അതിൽ ചാരിക്കിടക്കുകയാണ് രുദ്രേഷ് ഗൗഡ. മുറിവാതിൽക്കൽ അംഗരക്ഷകരുടെ കാവലുണ്ട്. അകത്ത് വേറെയും ഒരു ഡോക്ടറും 2 നേഴ്സുമാരും അയാൾക്കരികിൽ തന്നെയാണ്. ഗൗഡയ്ക്ക് കാര്യമായൊന്നും സംഭവിച്ചിരുന്നില്ല. ഇടത് തോളിൽ നിന്ന് നല്ല വേദനയുണ്ട് എന്നതൊഴിച്ച്. അപ്പോൾ എനിക്കിനി പോകാമല്ലോ ഡോക്ടർ? ചോദിച്ചുകൊണ്ട് ഗൗഡ എഴുന്നേൽക്കാൻ ഭാവിച്ചു. പാടില്ല ഗൗഡ സാബ്. ഫ്രാക്ചറൊന്നുമില്ലെങ്കിലും 2 ദിവസത്തെ ബെഡ് റെസ്റ്റ് വേണം, ഡോക്ടർ പറഞ്ഞു. അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന ഭാവത്തിൽ തല കുടഞ്ഞുകൊണ്ട് ഗൗഡ കൈ ഉയർത്തി കുറ്റിത്തലമുടിയിലൊന്ന് തടവി. ഇത്തരം അപകടങ്ങൾ എനിക്ക് പുതിയതല്ല ഡോക്ടർ. മരണത്തെ മുഖാമുഖം കണ്ടിട്ടുള്ളവനാ ഞാൻ. ഒരു ബുള്ളറ്റിന്റെ അകലത്തിൽ, അല്ലെങ്കിൽ ഒരു വാൾ എത്തുന്ന ദൂരത്ത്. ഗൗഡയുടെ പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. അന്നുപോലും ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. പിന്നെയാ കാൽവിരലിലെ നഖം വെട്ടും പോലെയുള്ള ഇത്. ഡോക്ടർ അത്ഭുതത്തോടെ അയാളെ നോക്കി നിന്നു. ഇതങ്ങനെയല്ല സാബ്. ഒരുപക്ഷെ ഈ ആക്സിഡന്റ് പോലും ദൈവം നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പായി കരുതിക്കൂടെ? ഡോക്ടർ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ കത്തി പൊളയും പോലെ ഒരു വെട്ടൽ അയാൾ കണ്ടു. ദൈവം.
രുദ്രേഷ് ഗൗഡ പുച്ഛിച്ചു. അങ്ങനെ ദൈവം ഒരിക്കലും എന്നെ സഹായിച്ചിട്ടില്ലടോ. ഈ കൈ കണ്ടോ? ഇതിലാദ്യം പുരണ്ടത് എൻ്റെ ജന്മത്തിന് ഉത്തരവാദിയായ അച്ഛൻ്റെ ചോരയാ. അമ്മയ്ക്ക് മുന്നിലൂടെ പെണ്ണൊരുത്തിയെ കൊണ്ടു നടന്നപ്പോൾ ഞാൻ കത്തിയെടുത്തു. ഒരിഞ്ച് വിറയ്ക്കാതെ ഞാൻ കുത്തിക്കേറ്റി ആ ചങ്കിലേക്ക്. പിന്നെ ഓട്ടമായിരുന്നു. പോലീസിന് പിടികൊടുക്കില്ലെന്ന വാശിയോടെ. ഒരുപക്ഷെ എൻ്റെ അച്ഛൻ നല്ലവനായിരുന്നെങ്കിൽ, ദൈവം ആ പ്രവൃത്തി ചെയ്യാതെ എന്നെ തടഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ KGF-ൽ വരില്ലായിരുന്നു. ഗൗഡ ഒരു നിമിഷം മൗനം ആചരിച്ചു. പിന്നെ തുടർന്നു. നിങ്ങൾക്കറിയാമോ, ഖനിയിലേക്ക് പോകുന്നവർക്ക് അടിവസ്ത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ടായിരുന്നു എൻ്റെ തുടക്കം. അവർ വൈകിട്ട് മടങ്ങി വരുമ്പോൾ ആ വസ്ത്രങ്ങൾ ഞാൻ ഊരിവാങ്ങും, പിന്നെ പുതിയത് കൊടുക്കും. ഒപ്പം അവർക്കുള്ള പ്രതിഫലവും. ഡോക്ടർ മിഴിച്ചു നിൽക്കുകയാണ്. ഗൗഡയുടെ ശബ്ദം ഫാനിൻ്റെ കാറ്റിൽ മുറിയിൽ വട്ടം കറങ്ങി. ആ അടിവസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്ന സ്വർണ്ണത്തരികൾ ഞാൻ വേർപെടുത്തി. അതാണെൻ്റെ വളർച്ചയുടെ തുടക്കം. അന്നും ദൈവം എന്നെ സഹായിച്ചിട്ടില്ല. പലവട്ടം ഞാൻ ജയിലിൽ പോയി. ഒക്കെ നേടിയത് എൻ്റെ ചങ്കൂറ്റം കൊണ്ട് മാത്രം. ഗൗഡ എഴുന്നേറ്റ് മുറിയിലൂടെ 2 ചാൽ നടന്നു. എൻ്റെ യാത്രക്കിടയിൽ ഒരുപാട് എതിരാളികൾ വന്നു. പക്ഷേ എന്നെ ഒതുക്കാൻ വന്നവരെ ഞാൻ ഒതുക്കി. ഇന്നും ഒരു നിയോഗം പോലെ എതിരാളികൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും അവസാനത്തേതായിരുന്നു ഇന്ന്. പക്ഷെ ഗൗഡ പിന്നെയും ബാക്കി. അയാൾ ഉച്ചത്തിൽ ചിരിച്ചു. നേഴ്സുമാർ ഭീതിയോടെ പരസ്പരം നോക്കി. ഗൗഡയുടെ കണ്ണുകൾക്ക് മുന്നിൽ ആ രംഗം ഒരിക്കൽ കൂടി മിന്നി. തീരെ തിരക്കില്ലാതിരുന്ന ഗോൾഡൻ വാലി കോളേജ് 5 ലൈറ്റ്സ് റോഡിലൂടെ വരികയായിരുന്നു തങ്ങൾ. വിൽനർ ട്രീറ്റ്സ് ജീപ്പിൽ. പൊടുന്നനെ വായു പിളർന്ന് പ്രത്യക്ഷപ്പെടുന്നതുപോലെ തൊട്ടുമുന്നിൽ ഒരു ടിപ്പർ ലോറി. ശത്രു സാന്നിധ്യം തിരിച്ചറിയാൻ താനെടുത്തത് 1 സെക്കൻഡിന്റെ 100-1 സമയം. ലോറിയുടെ ലക്ഷ്യം വണ്ടിയിൽ താനിരിക്കുന്ന ഭാഗമാണെന്നറിഞ്ഞതും സ്റ്റിയറിംഗ് വീലിൽ പിടിച്ച് ഒറ്റ വെട്ടിക്കലായിരുന്നു താൻ. അടുത്ത നിമിഷം പ്രപഞ്ചം നടുങ്ങുന്ന ഒരു ഇടിയൊച്ച. പാട്ടക്കഷ്ണം പോലെ ജീപ്പ് തകിടം മറിഞ്ഞുരുണ്ടു. റോഡരികിലെ യൂക്കാലിപ്സ് മരങ്ങൾക്കിടയിലേക്ക്. ഒരു മരത്തിൽ തട്ടി ജീപ്പ് ചരിഞ്ഞു നിന്നു. ഡോറുകൾ മുകളിലേക്ക് തുറന്ന് പുറത്തു ചാടി നോക്കുമ്പോൾ ലോറിയുടെ അടയാളം പോലുമില്ല. ഡ്രൈവറുടെ തല പൊട്ടിയതൊഴിച്ച് മറ്റാർക്കും കാര്യമായ കുഴപ്പമില്ലായിരുന്നു. ആ നിമിഷം മുതൽ തൻ്റെ ആളുകൾ ലോറി തിരയുകയാണ്. മറിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ശത്രു ആരാണെന്നൊരു സൂചന കിട്ടിയാൽ അതോടെ അവൻ്റെ വിധി താൻ നടപ്പാക്കും. സാബ്, ഡോക്ടറുടെ ശബ്ദം കേട്ടപ്പോൾ നടത്തം നിർത്തി രുദ്രേഷ് ഗൗഡ തിരിഞ്ഞു നോക്കി. പിന്നെ ബെഡിലിരുന്നു. ഡോക്ടർ സംസാരിക്കും മുൻപ് അംഗരക്ഷകരിൽ ഒരാൾ സെൽഫോണുമായി ഓടിയെത്തി. ലോറി കണ്ടെത്തി സാബ്. അയാൾ വിളിച്ചലറി. താടാ. ഗൗഡ ചാടി എഴുന്നേറ്റു. അപ്പോൾ തോൾപ്പലക കഠിനമായി വേദനിച്ചു. പക്ഷെ അയാൾ അത് കാര്യമാക്കാതെ ഫോൺ കാതോടമർത്തി. എവിടെയാടാ? അപ്പുറത്തുനിന്ന് മറുപടി കേട്ടു. കുപ്പത്തെ വനത്തിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ട്. അത് ഓടിച്ചവനെക്കുറിച്ച് എന്തെങ്കിലും സൂചന? ഇല്ല സാബ്. ഷിറ്റ്. ഗൗഡ ഫോൺ വലിച്ചെറിഞ്ഞു. അത് ഭിത്തിയിൽ ചെന്നിടിച്ച് ചിതറിപ്പോയി. ഡോക്ടറും നഴ്സുമാരും ഭയന്നു വിറച്ചു. ഗൗഡ അംഗരക്ഷകരെ നോക്കി. ആ വണ്ടിയിൽ RC ബുക്ക് കാണാനിടയില്ല. എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും ട്രേസ് ചെയ്യണം. ശരി സാബ്. ആ നിമിഷം വാതിൽ കിടന്ന് ചില കാക്കിധാരികളെത്തി. DYSP ശേഷണ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. ഗൗഡയുടെ മുഖം മുറുകി. എൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനെടുക്കാൻ വന്നതാവും നീയൊക്കെ അല്ലേ? അയാൾ ചീറി. അല്ല സാബ്. ശേഷണ്ണ വിനയം ഭാവിച്ചു. അങ്ങേക്ക് ആക്സിഡന്റ് പറ്റിയത് ഇപ്പോഴാണ് അറിഞ്ഞത്. ഓഹോ. ഗൗഡ പരിഹസിച്ചു. എങ്കിൽ കേട്ടോ, അതൊരു ആക്സിഡന്റ് അല്ലായിരുന്നു. മർഡർ അറ്റംപ്റ്റ്. സാബ്. ശേഷണ്ണ കിടുങ്ങി. അതേടോ, എന്നെ കൊല്ലാനും കാലന്റെ ദൂതന്മാർ ഇറങ്ങിയെന്ന്. പക്ഷേ അവരെ അങ്ങോട്ട് ചെന്ന് ഞാൻ കണ്ടോളാം. അതാണ് ഈ ഗൗഡയുടെ സ്റ്റൈൽ. അതിനെനിക്ക് കാക്കിയിട്ട ഒരുത്തൻ്റെയും സഹായം വേണ്ട. മുഖമടച്ച് ഒരടിയേറ്റതുപോലെ ശേഷണ്ണ വിളറി. ഗൗഡ കളിക്കും. നിങ്ങളൊക്കെ വെറും കാഴ്ചക്കാർ. അതേ ആകാവൂ. അങ്ങനെയേ നിൽക്കാവൂ. അതിനിടയ്ക്ക് റെഫറിയുടെ യെല്ലോ കാർഡുമായി കയറി വന്നേക്കരുത്. വന്നാൽ. അയാൾ ചൂണ്ടുവിരൽ ശേഷണ്ണയുടെ നെറ്റിയിൽ കുത്തി നിറയൊഴിക്കും പോലെ ഒരാംഗ്യം കാണിച്ചു. ടിഷ്യും. ശേഷണ്ണയുടെ നെറ്റിയിൽ വീർപ്പ് പൊടിഞ്ഞു. ഗൗഡ വെട്ടിത്തിരിഞ്ഞു. പോകാം. അംഗരക്ഷകരോട് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ചുവടുകൾ വെച്ചു. പോലീസുകാരും ഡോക്ടറുമെല്ലാം നിശ്ചലരായി നിന്നു. റോബർട്ട്സൺ പേട്ട്. തിമ്മക്കിയുടെ ചതുര ബംഗ്ലാവിൽ കൂടിയാലോചനകൾ പലതും നടന്നു. കോളർ തങ്കത്തിന്റെ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. ബസന്തരാജ് കട്ടാരി പാണ്ഡ്യനെ നോക്കി. ആ സിം കാർഡിലുണ്ടായിരുന്ന 2 നമ്പറുകൾ ഇതുവരെ ട്രേസ് ചെയ്യാൻ പറ്റിയില്ല അല്ലേടോ? കട്ടാരി പാണ്ഡ്യൻ പരിങ്ങി. ആ നമ്പറുകൾ ഇപ്പോഴും ഔട്ട് ഓഫ് കവറേജാ കാണിക്കുന്നത്. പക്ഷെ സൈബർ സെല്ലിൽ നിന്ന് കസ്റ്റമേഴ്സിനെ ട്രേസ് ചെയ്യാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട്. പുട്ടരാജും ചൗഡയും വലിഞ്ഞു മുറുകിയ ഞരമ്പുകളോടെ ഇരിക്കുകയാണ്. തിമ്മക്ക ആരോടും ഒന്നും മിണ്ടിയില്ല. ഉലയിൽ പഴുത്ത ഭാവം. ഇതിനിടെ ആകെ കിട്ടിയ വിവരം
കുപ്പം റെയിൽവേ സ്റ്റേഷനിൽ തങ്കത്തിന്റെ ഡസ്റ്റർ കാർ കിടപ്പുണ്ട് എന്നതു മാത്രം. അടുത്ത നിമിഷം കട്ടാരി പാൻറിന്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ ഡിസ്പ്ലേ സ്ക്രീനിലെ നമ്പർ നോക്കിയിട്ട് തിടുക്കത്തിൽ ഒരു പേനയും പാടും എടുത്തു. സൈബർ സെല്ലിൽ നിന്ന്. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അപ്പുറത്തെ ശബ്ദത്തിന് കാതോർത്തു. അവിടെ നിന്ന് കിട്ടിയ വിവരം പാടിലെഴുതി. തുടർന്ന് തിമ്മക്കയെ നോക്കി. ഇതിൽ ആദ്യത്തെ നമ്പർ കേരളത്തിലേതാ? ഒരു കാളിചരൺ, പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ എന്ന സ്ഥലത്ത്. അടുത്തത് ഇവിടെ തന്നെ, 5 ലൈറ്റ്സിലുള്ള ഒരു ഗോൾഡ് മൈനിങ് വർക്കറുടേത്. പേര് ലങ്കേഷ്. മതി. തിമ്മക്ക തീക്കാറ്റ് പോലെ എഴുന്നേറ്റു. വരിൻ. അവർ പുറത്തേക്ക് പാഞ്ഞു കഴിഞ്ഞു. പിന്നാലെ PA കട്ടാരി പാണ്ടിനും മക്കളും ഗാർഡുകളും. പുറത്ത് ഇരുൾ വീണു കഴിഞ്ഞിരുന്നു. ലോറി എടുത്തു. തിമ്മക്ക ആരോടെന്നില്ലാതെ വിളിച്ചു പറഞ്ഞു, അമ്മ, രാത്രിയിൽ കാളവണ്ടി വേണ്ട. പറഞ്ഞത് പുട്ടരാജാണ്. അവൻ പോർച്ചിൽ കിടന്നിരുന്ന അസ്റ്റൺ മാർട്ടിന്റെ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. തിമ്മക്കയും മുൻസീറ്റിൽ കയറി. വസന്തരാജും ചൗടയും പിന്നിലും. ഇടിമിന്നൽ പോലെ കാർ ഗേറ്റ് കിടന്നു. ലേസർ പോലെ ഹെഡ്ലൈറ്റുകൾ മിഴി തുറന്നു. പിന്നാലെ 2 കട്ട്ചേസ് സ്കോർപിയോകളിൽ കട്ടാരിപ്പാണ്ടിനും മറ്റ് അംഗരക്ഷകരും. അപ്പോഴേക്കും കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ കുരുക്കൊരുക്കിയ ലോറി ഏറ്റവും പിന്നിലെത്തി. 5 ലൈറ്റ്സ്. സന്ധ്യ കഴിഞ്ഞതോടെ അവിടെ തിരക്കേറി. 4 റോഡുകളിലും നിറയെ വാഹനങ്ങൾ. ചതുര വീടുകൾക്ക് മുന്നിലും നല്ല ആൾക്കൂട്ടമുണ്ടായിരുന്നു. സ്വർണ്ണഖനിയിലേക്ക് പോയ പലരും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ചില വീടുകളിൽ നിന്ന് നിലവിളികൾ ഉയർന്നു തുടങ്ങി. ലങ്കേഷിന്റെ വീട്ടിലായിരുന്നു നാഗരാജനും കുടുംബവും. രാവിലെ നാഗരാജന്റെ ഒപ്പമാണ് ലങ്കേഷ് അവിടെ നിന്നിറങ്ങിയത്. ജോലി നന്ദിദുർഗ് ഗോൾഡ് മൈനിലാണെങ്കിലും വനജ ലങ്കേഷിന്റെ ഭാര്യയെയും മക്കളെയും ആശ്വസിപ്പിക്കുകയാണ്. ലങ്കേഷ് വരുമടി, അവനൊന്നും സംഭവിച്ചിട്ടില്ലെന്നേ, നീ കരയാതെ. എങ്കിൽ എപ്പോഴേ വരേണ്ടതല്ലേ ചേച്ചി? നാളെ കമ്പനി പൂട്ടുന്നതുകൊണ്ട് ഇന്ന് കോഴിയിറച്ചി വാങ്ങിക്കണമെന്ന് പറഞ്ഞേച്ചു പോയതാ. അതിനുള്ള ഉത്തരമില്ലായിരുന്നു വനജയ്ക്ക്. ലങ്കേഷിന്റെ ഭാര്യ കരച്ചിൽ നിർത്തുന്നില്ല. പറക്കമുറ്റാത്ത ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എന്തു ചെയ്യും ചേച്ചി? വിശ്വജാല ഭിത്തിയിൽ ചാരി ആ കുടുംബത്തിന്റെ സങ്കടം കണ്ട് പതറി നിൽക്കുകയാണ്. അപൂർവയും ആശയും ലങ്കേഷിന്റെ മക്കളുടെ അടുത്തുണ്ട്. 5 ലൈറ്റ്സിൽ മാത്രം ഇനിയും മടങ്ങി വരാത്തവരുടെ എണ്ണം 40-ൽ കവിയും. അടുത്ത നിമിഷം 5 ലൈറ്റ്സിൽ വാഹനങ്ങൾ കൂട്ടിമുട്ടുന്ന ഒച്ചയും നിലവിളികളും. ചതുരവീടുകളുടെ മുറ്റത്ത് നിന്നിരുന്നവർ ഞെട്ടിത്തിരിഞ്ഞു. ട്രാഫിക് സിഗ്നൽ കാത്തുകിടന്ന വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് പാഞ്ഞുവരുന്ന 2 തീക്കണ്ണുകൾ. ഒരു ലോറി. അതിനു പിന്നിൽ തിമ്മക്കയുടെ വാഹനവ്യൂഹം. ചതുര വീടുകൾക്ക് മുന്നിൽ അവ ബ്രേക്കിട്ടു. ഒരേ വേഗത്തിൽ വാഹനങ്ങളുടെ ഡോറുകൾ തുറക്കപ്പെട്ടു. ലങ്കേഷ് കാറിൽ നിന്ന് ഇറങ്ങിയതും തിമ്മക്ക അലറി. ആ ശബ്ദം ചതുര വീടുകളെ വിറപ്പിച്ചു. അടുത്ത ഭാഗം നാളെ.